പുള്ളി കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സിആർ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ. മത്സരം അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഗിഫ്റ്റ് മാഡം. ഓക്കെ ഓക്കെ സർ. ഓക്കെ. A great philosopher. Yeah. Shall I start? എനിക്ക് ഒരു മിനിറ്റ്. ഓക്കേ. ഹരികിഷോർ സാർ വന്നിട്ടുണ്ടോ നോക്ക്. സാർ ജോയിൻ ചെയ്തായിരുന്നല്ലോ. ഓക്കേ പറഞ്ഞു. ഓക്കേ. Okay. Okay, okay. A great philosopher once said, always remember that our present situation is not our final destination. The best is yet to come. Warm good evening to one and all. I am extending my lovely welcome to all to this promising webinar. As we all know, Institute of Research and Social Action is a non-governmental organization functioning on the urban and rural societies. We cling to promote altruism, tranquility, and poverty. Established in 1997 and located in Trivandrum, ISRA is bewished upon the overall development of Kerala. ISRA is motivated by an energetic and multidisciplinary team comprising academics, technologists, social scientists, lawyers, and activists. Today, the fourth webinar series of ISRA focusing upon new perspectives on Kerala model, post-COVID Kerala, emerging opportunities and challenges. Craig Gibbard once said, no matter how much falls on us, we keep plowing ahead. That's the only way to keep the roads clear. So, let's move on to today's session. Now, ISRA is working under the presidency of Advocate Pazhakulam Madhu. ഈ സായം സന്ധ്യയിൽ ഒരു നിമിഷം നമുക്ക് നമ്മളെ ജഗദീശ്വരനിൽ അർപ്പിക്കാം. താങ്ക് യു. ഞാൻ ഡോക്ടർ ഗിഫ്റ്റി പേരിൽ ഇസ്രയുടെ കോർഡിനേറ്റർ. 25 ദിവസങ്ങളിലായി 25 വിഷയങ്ങളിൽ അധിഷ്ഠിതമായ സമഗ്രമായ ഈ പഠനം കേരള മോഡൽ ശക്തിയുക്തമാക്കാനുള്ള പരിശ്രമമാണ്. 25 ദിവസങ്ങൾക്ക് ശേഷം ഇസ്ര ഈ പഠനം ഒരു ജേണലായി ഇറക്കുന്നതാണ്. പുതുതലമുറയ്ക്കും റിസർച്ച് സ്കോളേഴ്സിനും മറ്റുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു മഹത് ഗ്രന്ഥം. ഈ പരമ്പരയിലെ 4ാമത്തെ സെഷനായ ഇന്ന് കോവിഡാനന്തര അവസരങ്ങളും വെല്ലുവിളികളും എന്നതിനെ മുൻനിർത്തിയിട്ടുള്ളതാണ്. ഇന്നത്തെ വെബിനാറിൽ ഇസ്രയുടെ പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പഴകുളം മധുവാണ് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെ ആദരവോടെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറും PRE ഡയറക്ടറുമായ ശ്രീ S. ഹരികിഷോർ IAS, ഇന്ത്യയിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ എന്നീ അപൂർവ രത്നങ്ങളെയാണ് വിഷയ അവതരണത്തിനായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കേരള കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സ്റ്റാൻലി ജോർജ് കളീക്കിലാണ് നമ്മുടെ വെബിനാർ മോഡറേറ്റർ. അധ്യക്ഷന്റെയും അതിഥികളുടെയും അനുവാദത്തോടെ ചടങ്ങിലേക്ക് കടക്കട്ടെ. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ഇസ്രയുടെ സെക്രട്ടറി ശ്രീ ബിന്നി സാഹിദിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ ഇസ്രയുടെ പ്രസിഡന്റും KPCCയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പഴകുളം മധു അവർകൾ, ഇന്നത്തെ വെബിനാറിന്റെ മുഖ്യ വിഷയാവതാരകരായ നമ്മുടെ മുഖ്യ അതിഥികളായ ഏറ്റവും ബഹുമാന്യനായ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറും PRD ഡയറക്ടറുമായ S. ഹരികിഷോർ IAS അവർകൾ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ മാഷ്, ഈ വെബിനാറിന്റെ മോഡറേറ്റർ ഡോക്ടർ സ്റ്റാൻലി ജോർജ് കളീക്കൽ, ഇസ്രയുടെ ഡയറക്ടറായ രഞ്ജിത്ത് ബാലൻ സാർ, ഡോക്ടർ ഗിഫ്റ്റി എൽസ വർഗീസ്, സുജ, പ്രിയപ്പെട്ട ഇസ്ര ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ സായാഹ്നത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈ സായാഹ്നം കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ
നമ്മൾ സമഗ്രമായി വിചിന്തനം ചെയ്യുന്ന ഒരു സായാഹ്നമാണ്. കോവിഡാനന്തര അതിജീവനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിന്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഈ സമയത്ത് ഇസ്രയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. അവതാരകയായ ഡോക്ടർ ഗിഫ്റ്റി എൽസ വർഗീസ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 23 വർഷത്തെ പാരമ്പര്യമുള്ള പ്രവർത്തന ചരിത്രമുള്ള ഇസ്ര കേരളത്തിൽ ഇത്തരമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആകമാനം തന്നെ അതാത് കാലഘട്ടത്തിന്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ നാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരാൻ പോകുന്ന ഗവൺമെന്റിന് മുമ്പിൽ സമഗ്രമായ ഒരു ഡോക്യുമെന്റ് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 25 വ്യത്യസ്ത വിഷയങ്ങളിൽ 100 സ്പീക്കേഴ്സിനെ അണിനിരത്തിക്കൊണ്ടുള്ള അതിബൃഹത്തായ ഒരു വെബിനാർ സീരീസിനാണ് ഇസ്ര രൂപം നൽകിയിട്ടുള്ളത്. അതിന്റെ 4ാമത്തെ സെഷനിലേക്ക് ബഹുമാന്യരും ആദരണീയനുമായ ഏവരെയും ഒറ്റ വാക്കിൽ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ വെബിനാർ സീരീസിന്റെ അധ്യക്ഷത വഹിക്കുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയും ഇസ്രയുടെ പ്രസിഡന്റുമായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പഴകുളം മധു അവർകളാണ്. വളരെ സ്നേഹത്തോടുകൂടി മധു സാറിനെ ഈ വെബിനാർ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാർ സീരീസിന് ഏറ്റവും കൃത്യതയോടുകൂടിയുള്ള വിഷയം അവതരിപ്പിക്കുന്നത്, അതായത് നമ്മളുടെ കോവിഡാനന്തര അതിജീവനം എന്ന് പറയുന്ന വിഷയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കുടുംബശ്രീ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പ്രിയപ്പെട്ട IS ഹരികിഷോർ IAS അവர்களാണ്. നമുക്കറിയാം ഈ കോവിഡ് കാലഘട്ടത്തിൽ കുടുംബശ്രീയാണ് നമുക്കൊരു മാതൃകയായി ഇവിടെ നിന്നിട്ടുള്ളത്. കുടുംബശ്രീ ഉയർത്തിയ മാതൃക, അതുപോലൊപ്പം തന്നെ PRDയുടെ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾ എടുത്തു പറയപ്പെടേണ്ട വസ്തുതകൾ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട S ഹരികിഷോർ സാറിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സാറിനെ വളരെ സ്നേഹത്തോടു-കൂടി ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ വെബിനാറിലെ മറ്റൊരു മുഖ്യ അതിഥിയായ പ്രിയപ്പെട്ട CR നീലകണ്ഠൻ മാഷ് അവർകളെയാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി ശാസ്ത്രം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മുടെ പരിസ്ഥിതിക്കുണ്ടായ മാറ്റമാണ് കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ, വൈറസുകൾ ഈ ലോകം മുഴുവൻ വ്യാപിക്കാനിടയായത് എന്നുള്ള ഒരാശങ്ക നിലനിൽക്കുമ്പോൾ എന്താണ് പരിസ്ഥിതി ശാസ്ത്രത്തിന് പറയാനുള്ളത്, ഈ സമൂഹത്തിനോട് പങ്കുവെക്കാനുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ട CR നമ്മോട് സംസാരിക്കുന്നത്. CR സാറിനെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ ഈ വെബിനാറിന്റെ മോഡറേറ്റർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ ഡോക്ടർ സ്റ്റാൻലി ജോർജ് കളിയിക്കലാണ്. കഴിഞ്ഞ വെബിനാറുകളിലെല്ലാം അദ്ദേഹം കാട്ടിയ ഡിബേറ്റ് മികവ് ഇസ്രയെ കൂടുതൽ വേറിട്ടതാക്കിയിട്ടുണ്ട്, ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. ഡോക്ടർ സ്റ്റാൻലി ജോർജ് അവരെ സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തെ ആമുഖമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇസ്രയുടെ ഡയറക്ടറും അതുപോലെ തന്നെ ടെക്നോ പാർക്കിന്റെ മുൻ ഭരണസമിതി അംഗവും ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു IT ഫോമിന്റെ ഫൗണ്ടർ കൂടിയായ പ്രിയപ്പെട്ട രഞ്ജിത്ത് ബാലൻ സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിലേക്ക് ഡോക്ടർ ഗിഫ്റ്റി എൽസ വർഗീസ്, അതുപോലെ തന്നെ സുജ, ഇസ്രയുടെ ഭാരവാഹികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ഇസ്രയുടെ പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പഴകുളം മധുവിനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാനായ ശ്രീ ഹരികിഷോർ IAS, ബഹുമാനായ ശ്രീ CR നീലകണ്ഠൻ, ശ്രീ രഞ്ജിത്ത് ബാലൻ MD ഡൗട്ട് ബോക്സ്, ശ്രീ ബിന്നി സാഹിതി, ശ്രീമതി ഗിഫ്റ്റി എൽസ വർഗീസ്, ഡോക്ടർ സ്റ്റാൻലി കളിക്കൽ, ശ്രീമതി സുജാജ് എൽ സാഹിബ്,
മറ്റ് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ റിസർച്ച് ആൻഡ് ആക്ഷൻ തിരുവനന്തപുരം ബേസ് ചെയ്തുള്ളൊരു NGO ആണ്. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ വികസന ലക്ഷ്യം നേടുന്നതിനായി വ്യത്യസ്ത മേഖലകളിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്തി, സെമിനാറുകളും അതുപോലെയുള്ള പഠനങ്ങളും നടത്തി ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഒരു ഏജൻസിയാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു ഈ NGOയുടെ ഫൗണ്ടർ, ചെയർമാൻ. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കേരളത്തിൻ്റെ സാമൂഹ്യ രംഗങ്ങളിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇസ്ര നേതൃത്വം കൊടുക്കുന്നു. ഈ കോവിഡ് കാലത്ത് കേരളത്തിന് സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിയുള്ള ഒരു പഠനമാണ് ഇസ്ര ലക്ഷ്യം വെക്കുന്നത്. അടുത്ത കേരള ഗവൺമെന്റിന് മുൻപിൽ കേരള മോഡൽ, കേരള വികസനം, ഈ 2 ലക്ഷ്യങ്ങൾ മുൻനിർത്തി എന്തെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു ഗവൺമെന്റുകൾ എന്നതിനെ സംബന്ധിച്ചുള്ളൊരു പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ഈ വെബിനാർ സീരീസിന്റെ ലക്ഷ്യമാണ്. നവംബർ 1 തുടങ്ങി 25 ഞായറാഴ്ചകളിലായി 25 വെബിനാർ സീരീസിലൂടെ കേരള വികസനം എന്ന ബ്രോഡർ ക്യാൻവാസിൽ കേരള വികസനം, കേരള മോഡൽ എന്നൊന്നുണ്ടോ? എന്താണ് വാട്ട് ഈസ് കേരള മോഡൽ? കേരള മോഡൽ ആരോഗ്യ, വിദ്യാഭ്യാസ, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ, കേരള മോഡൽ എന്ന ഖ്യാതി നമുക്ക് നേടിത്തന്നെങ്കിലും ഇന്ന് അതിന് പ്രസക്തി എന്താണുള്ളത്? കേരള മോഡൽ നാം നേടിയ നേട്ടങ്ങൾ അതേ വേഗതയിൽ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞു. ഈ കാലത്ത് കേരള മോഡൽ എന്ന് നാം വ്യാഖ്യാനിക്കുന്ന നേട്ടങ്ങൾ പ്രസക്തമാണോ എന്നതിനെല്ലാം സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ വെബിനാർ സീരീസിലൂടെ നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നവംബർ 1 ബഹുമാനായ പ്രതിപക്ഷ നേതാവും ബഹുമാനായ CPM പോളിംഗ് ബ്യൂറോ മെമ്പർ ശ്രീ MA ബേബിയും, പിന്നീട് ശ്രീ MT രമേശ്, ശ്രീ CP ജോൺ, അതുപോലെ തന്നെ ബഹുമാനായിട്ടുള്ള മുൻ ചീഫ് സെക്രട്ടറിമാർ, മുൻ സർവകലാശാല വൈസ് ചാൻസലേഴ്സ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ്, അവരെല്ലാം ഈ വെബിനാറിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മോട് പങ്കെടുത്ത് ഓരോ വിഷയത്തെ സംബന്ധിച്ച് അവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. ഈ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് അതൊരു പബ്ലിക്കേഷനായി ഒരു പ്രസിദ്ധീകരിക്കുന്നതിനും നെക്സ്റ്റ് കേരള ഗവൺമെന്റിന് ഒരു റിപ്പോർട്ടായി സമർപ്പിക്കുന്നതിനും നാം ഉദ്ദേശിക്കുന്നു. ഇന്ന് ഈ വെബിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ പെർസ്പെക്റ്റീവ് കേരള മോഡൽ, പോസ്റ്റ് കോവിഡ് കേരള, എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ്. കോവിഡിന് ശേഷമുള്ള ഒരു കേരളം എങ്ങനെയാകും? എന്താണ് നമ്മുടെ വെല്ലുവിളികൾ? എന്താണ് നമ്മുടെ അവസരങ്ങൾ? കഴിഞ്ഞ ലാസ്റ്റ് സൺഡേയിൽ നമ്മൾ നടത്തിയ വെബിനാർ ഓൺ എക്കണോമി ഓഫ് കേരള ആൻഡ് സ്റ്റാർട്ടപ്സ്, ആ വെബിനാറിൽ വ്യത്യസ്തമായ ധാരാളം പുതിയ ആശയങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ബഹുമാന്യ ശ്രീ ഹരികൃഷ്ണ IAS ടോപ്പർ എന്ന നിലയിൽ മാത്രമല്ല, കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും ജനപ്രിയനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഓരോ നടപടികളിലും ഒരു ഹ്യൂമൻ ടച്ച് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം വ്യത്യസ്തമായ വലിയ കാഴ്ചപ്പാടുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വെബിനാറിൽ സജീവമായ അഭിപ്രായങ്ങൾ പറയുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. അത് നമ്മളും ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉദ്ഘാടന ഈ പ്രസംഗത്തിൽ ഇവിടെ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ CR നീലകണ്ഠൻ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റുകളിൽ പ്രമുഖനാണ്. അദ്ദേഹം കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് പല മേഖലകളിലായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഉൾപ്പെടെ ഈ വെബിനാറിൽ നമ്മുടെ സത്യത്തിൽ കേരളത്തിനകത്തുള്ളവരും കേരള സ്റ്റേറ്റിന് പുറത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന ധാരാളം സുഹൃത്തുക്കളും ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ആമുഖ പ്രസംഗത്തിനായി ഔട്ട്ബോക്സ് സിഇഒയും ഇസ്രയുടെ ഡയറക്ടറും എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
ശ്രീ രഞ്ജിത്ത് ബാലിനെ സസന്തോഷം ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട ശ്രീ ഹരികിഷോർ IAS, ബഹുമാനപ്പെട്ട ശ്രീ CR നീലകണ്ഠൻ, അധ്യക്ഷൻ ശ്രീ പഴകുളം മധു, മൈ കൊളീഗ്സ് ഫ്രം ISRA, കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ റിസർച്ച് ആൻഡ് ആക്ഷൻ 20 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ഓരോരോ സമയത്തും ഇമ്പോർട്ടന്റും റിലവന്റുമായ സബ്ജക്ട്സിനെ പറ്റി അതാത് രംഗത്ത് പ്രവർത്തിക്കുന്ന എക്സ്പേർട്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ഗവേണൻസ് പ്രോസസ്സിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ISRA. ഇവിടെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഈ സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തത്. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പഴകുളം മധു ഞാനും ഈ സംഘടനയിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പല കാര്യങ്ങൾ കൊണ്ടും വളരെ പ്രസക്തിയുള്ള ഒന്നാണ്. പോസ്റ്റ് കോവിഡ് പാൻഡമിക് ഇറ ഒരു പുതിയ ലോകത്തെ വാർത്തെടുക്കും എന്നുള്ളതിന് നമുക്കാർക്കും ഒരു സംശയവുമില്ല. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു 10 വർഷത്തിൽ സംഭവിച്ചേക്കാവുന്ന മാറ്റങ്ങളാണ് കഴിഞ്ഞ 6 മാസങ്ങൾ കൊണ്ട് ഇന്ന് ഇന്ത്യയിലും ലോകത്തും സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിലെ ലൂപ്പ് ഹോൾസ് എല്ലാം മറനീക്കി പുറത്തു വന്ന 6 മാസങ്ങളാണ് കടന്നുപോയത്. ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന ഒരു സെക്ടർ തന്നെ ഇവിടെ ഇല്ലാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന മാസങ്ങളാണ് കടന്നുപോയത്. ഈ മാറ്റങ്ങളെല്ലാം ഒരു പുതിയ ലോകത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പുതിയ ലോകത്തെ അവസരങ്ങളാക്കി മാറ്റാൻ എല്ലാ രാജ്യങ്ങളും പുതിയ പുതിയ ഡെവലപ്മെന്റ് പോളിസികളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും മുൻപ് ഒരു സസ്റ്റൈനബിൾ ആൻഡ് സ്കേലബിൾ മോഡൽ ഉണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രാജ്യങ്ങൾക്കും മാത്രമേ ഇതിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ സാധിക്കൂ. ഈ കണ്ടക്സ്റ്റിലാണ് നമ്മളിവിടെ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ കേരള മോഡൽ, പോസ്റ്റ് കോവിഡ് കേരള, എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് എന്ന വിഷയത്തെക്കുറിച്ച് എക്സ്പേർട്സ് ആയ പാനലിസ്റ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഇവിടെ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഹരികിഷോർ IAS കുടുംബശ്രീ എന്ന ഒരു യുണീക്ക് മോഡൽ പ്രസ്ഥാനത്തിന്റെ തലവനാണ്. കോവിഡിന് ശേഷമുള്ള കേരളത്തിന് ഇങ്ങനെയുള്ള 100 കണക്കിന് സക്സസ്ഫുൾ യുണീക്ക് മോഡൽ സ്ഥാപനങ്ങൾ അത്യാവശ്യമാണ്. കാരണം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 10,000-കണക്കിന് മലയാളി പ്രൊഫഷണൽസ് ആണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് ഇന്ന് ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം പുതിയ മോഡലുകൾ ഇവിടെ വികസിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോയിന്റുകൾ ബഹുമാനപ്പെട്ട ശ്രീ ഹരികിഷോർ IAS ഇവിടെ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ശ്രീ CR നീലകണ്ഠൻ. അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനാണ് അദ്ദേഹം. മാത്രമല്ല ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, കെൽട്രോൺ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സീനിയർ ടെക്നോളജി പൊസിഷൻസ് വഹിച്ചിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ് കൂടിയാണ് അദ്ദേഹം. പുതിയ കേരള മോഡൽ വികസിപ്പിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് കഴിഞ്ഞ കാല ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് കേരളത്തിന് മനസ്സിലാക്കി തരുന്നതാണ്. ഈ പോസ്റ്റ് കോവിഡ് കേരളത്തിന്റെ വികസന മോഡലിൽ അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ്, ഒരു പരിസ്ഥിതിയുടെ ആംഗിളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത 1 മണിക്കൂറിൽ ഈ വിശിഷ്ട വ്യക്തികളുടെ പോസ്റ്റ് കോവിഡ് കേരളത്തിന് ശേഷമുള്ള വികസന മോഡലുകളെ പറ്റിയുള്ള അവരുടെ ആശയങ്ങൾ നമ്മോടൊപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പങ്കുവയ്ക്കുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. ഇന്നത്തെ വെബിനാർ മോഡറേറ്റർ ഡോക്ടർ സ്റ്റാൻലി ജോർജ് കളിക്കലിനെ വെബിനാർ നിയന്ത്രിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. ഹരികൃഷ്ണൻ സാറിലേക്ക് പോകും. ഹലോ. ആദരണീയ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ശ്രീ പഴകുളം മധു, KPCCയുടെ ആദരണീയ ജനറൽ സെക്രട്ടറി പഴകുളം മധു സാർ, നമ്മുടെ ഇന്നത്തെ പ്രധാന അതിഥികളായ ഹരികൃഷ്ണൻ IAS കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ വിഷയം അവതരിപ്പിക്കുന്നത് CR നീലകണ്ഠൻ സാർ, ഒരു രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന എൻവയോൺമെന്റ് ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ ഇവര് പ്രധാനമായിട്ടും ISRA ഈ
പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കോവിഡ് അനന്തര അതിജീവനം, കോവിഡിന് ശേഷം എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഏറ്റവും പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പുതിയ പോസിബിൾ സിനേറിയോസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പോസിബിൾ സിനേറിയോസ് ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിനു വേണ്ടിയ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുക. വീണ്ടും ആ സ്ട്രാറ്റജീസിനെ വർക്കബിൾ മോഡൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ്. ഇപ്പം ഇന്ന് നമ്മളോടൊപ്പം പോസിബിൾ സിനേറിയോസും അതിന്റെ പോസിബിൾ സ്ട്രാറ്റജീസും ഡിസ്കസ് ചെയ്യുന്ന അത് വർക്കബിൾ മോഡൽസ് ആക്കി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രഗത്ഭരായ 2 വ്യക്തികളാണ് ശ്രീ ഹരികൃഷ്ണൻ IAS സാറും അതുപോലെ തന്നെ നീലകണ്ഠൻ സാറുമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഹരികൃഷ്ണൻ IAS സാറാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് 1-2 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾ, അതായത് സംശയങ്ങളോ നിങ്ങളുടെ ആശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക. അദ്ദേഹത്തെ ശ്രീ S ഹരികൃഷ്ണൻ IAS സാറിനെ വിഷയാവതരണത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് തുടങ്ങാം. സർ, ഹരികൃഷ്ണൻ IAS സാർ, ഓവർ ടു യു. കേൾക്കാമല്ലേ? അപ്പോ വളരെ നന്ദി ഈ സെമിനാറിലേക്ക് ക്ഷണിച്ചതിനും ഇത്തരത്തിലൊരു ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം തന്നതിനും ആദ്യമായി നന്ദി. നല്ലൊരു ആശയമാണ്. ഗവൺമെന്റിന്റെ മുന്നിൽ 25 ആഴ്ചകളിലായി 100ഓളം വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ആശയങ്ങളുടെ രൂപീകരണവും നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ഭാവിയിൽ ഗവൺമെന്റിന് പോളിസി എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഫീഡ്ബാക്ക് നൽകാൻ വേണ്ടി ഈ സെമിനാർ സഹായിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം. നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കട്ടെ. കോവിഡിനെ പറ്റി ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ കോവിഡിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന് വേണ്ടി അതിന്റെ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കോവിഡ് നമ്മളുടെ ചിന്താഗതിയിൽ വലിയൊരു മാറ്റാണ് ഉണ്ടാക്കിയത്. അത് എല്ലാവർക്കും നിസ്സംശയം പറയാൻ സാധിക്കും. പണ്ട് 1000-2000 ആളുകൾ ഒരു കല്യാണത്തിന് വരുന്നു എന്നുള്ള രീതിയിൽ അല്ലാതെ നമുക്ക് കല്യാണങ്ങൾ മനസ്സിൽ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ 15 ആളെ വെച്ച് നമ്മൾ കല്യാണം നടത്തുകയാണ്. അതേപോലെ ഓൺലൈൻ വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തെക്കുറിച്ചോ ഇതേപോലെ വെബിനാറിനെ കുറിച്ചോ ഇതൊക്കെ സാധ്യമായിരുന്നു. സാങ്കേതിക വിദ്യ ഇതൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും ഇനിയുള്ള വിദ്യാഭ്യാസം ഒരുപക്ഷെ ക്ലാസ് റൂം മാത്രമായിരിക്കില്ല, ക്ലാസ് റൂമിന്റെ കൂടെ ഇത്തരത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം കൂടി ഉൾക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് മാറുന്നത്. അതേപോലെ ഒരു അസുഖം വന്നാൽ വീട്ടിൽ തന്നെ ചികിത്സിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ നമ്മൾ വന്നിരിക്കുകയാണ്. കോവിഡ് വന്നാൽ ആളുകൾ വീട്ടിൽ ചികിത്സിച്ചേക്കാം, അതാണ് സൗകര്യം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കും അതിനുള്ള ഒരു ധൈര്യം കാണിക്കുന്ന അവസ്ഥയിലേക്കും, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കും മാറുകയാണ്. ഞാൻ 3-4 ഉദാഹരണങ്ങൾ പറഞ്ഞത് നമ്മളുടെ ചിന്ത കുറച്ചുകൂടെ വിശാലമാക്കാനും പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തി സ്വയം മനസ്സിന് നേടാനും കോവിഡിന്റെ ഈ ഒരു അവസരം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആണ് ഒരു ആശയം. രണ്ടാമത് അവസരങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അവസരങ്ങളെ കുറിച്ച് ധാരാളം അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ആളുകൾക്കും ജോലി പകുതിയായി മാറി. ഇപ്പോ അല്ലെങ്കിൽ 3 മാസം ജോലി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പോലും 30 ദിവസം എന്നുള്ള ജോലി 15 ദിവസമായി മാറി, ശമ്പളം പകുതിയായി കുറഞ്ഞു എന്നിങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ഒരു വശത്ത്. മറ്റൊരു വശത്താണെങ്കിൽ ധാരാളം ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമുണ്ട്. അപ്പൊ നമുക്ക് ധാരാളം അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാസികളുടെ കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ചില അവസരങ്ങൾ പ്രാദേശികമായി മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ വിദേശത്ത് നിന്നുള്ള ആളുകൾക്ക് അവസരം ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഇതൊക്കെ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഏതൊരു പ്രശ്നവും ഒരു വലിയ അവസരമാണ് എന്നുള്ള ചിന്താഗതിയിൽ കോവിഡ് തരുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മലയാളികളായിട്ടുള്ള ധാരാളം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കേരളത്തിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാദേശികമായി
അവർക്ക് വേണ്ടി പ്രാദേശികമായി നമ്മൾ അവസരങ്ങൾ ഒരുക്കാനും, ഇപ്പൊ പ്രാദേശികമായ ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഒരു കമ്പനി അല്ലെങ്കിൽ ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കോ വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് അവിടത്തേക്ക് ഫുഡ് സപ്ലൈ ചെയ്യാനും അവിടെ വേണ്ട സേവനങ്ങൾ കൊടുക്കാനും അങ്ങനെ ഒരു പുതിയ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. വീട്ടിലുള്ള ഇപ്പോൾ ട്യൂഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഓൺലൈനായിട്ട് കുട്ടികളെ കാണാതെ തന്നെ വലിയൊരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഏറ്റവും മികച്ച ടീച്ചർക്ക് പണ്ട് സ്വന്തം നാട്ടിൽ മാത്രമേ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാട്ടിന്റെ പുറത്തേക്ക് അവസരങ്ങൾ കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുകയാണ്. അപ്പോൾ എപ്പോഴും കോവിഡ് ഉണ്ടെങ്കിൽ കോവിഡിന് നഷ്ടപ്പെട്ട അവസരങ്ങൾ നോക്കിക്കണ്ട് ദുഃഖിക്കാതെ വരുന്ന അവസരങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ഒരാശയമായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾക്ക് കോവിഡ് തന്നത് വലിയൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ചാലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കോവിഡ് നമ്മളെ സഹായിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഏത് ചാലഞ്ചും നമുക്ക് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള കരുത്ത് നമ്മൾക്കുണ്ട് എന്ന് കോവിഡ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുടുംബശ്രീയുടെ ഒരു ഉദാഹരണത്തിനാണ് അത് പറഞ്ഞത്. കോവിഡിന്റെ സമയത്ത് കേരളത്തില് ഒരാഴ്ച കൊണ്ടാണ് 1000-ലധികം കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടാക്കിയത്. ഇപ്പോ ജനകീയ ഹോട്ടലുകൾ 20 രൂപക്ക് ഊണ് കിട്ടുന്ന ഏകദേശം 800-ലധികം ഹോട്ടലുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്താൽ ഏത് ബുദ്ധിമുട്ടിനിടയിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കോവിഡിന്റെ സമയത്ത് നമുക്ക് അത് നമുക്ക് സാധ്യമാണ് എന്നും അങ്ങനെ നമുക്ക് ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിലേക്ക് ഓരോ വ്യക്തിയെയും മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പറയുന്നതെന്നുള്ളൂ. വിഷമതകൾ തീർച്ചയായും ഉണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആളുകളുടെ മരണം നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ഭീതിയിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി ഇന്നത്തെ സെമിനാറിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കോവിഡിന്റെ ഭാഗമായിട്ടുള്ള കോവിഡാനന്തര കേരളം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആശയങ്ങൾ വേണം എന്നാണ് സെമിനാറിൽ ശ്രീ പഴകുളം മധു, ശ്രീ ഗിഫ്റ്റിയും ശ്രീമതി ഗിഫ്റ്റിയും എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ശ്രീ പഴകുളം മധുവിന്റെ ആശയത്തോട് യോജിച്ചുകൊണ്ട് കോവിഡിന് ശേഷം നമ്മൾക്ക് എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ശക്തി ഈ കോവിഡ് കാലത്ത് കണ്ടു. അപ്പോ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് നമ്മളുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും എന്നുള്ള ആശയമാണ്. കാരണം പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് CFLTCകൾ ഉണ്ടാക്കുന്നതായാലും ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങളായാലും, ഇപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് ഒരു പ്രദേശത്തെ പ്രായമായിട്ടുള്ളവരുടെ സംരക്ഷണമായാലും ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കലായാലും, ഈവൻ പ്രളയത്തിന്റെ കാലത്ത് പോലും നമുക്കറിയാം ദുരന്തങ്ങളെ നേരിടാനും അതേപോലെ ആളുകൾക്ക് ശരിക്കും ആവശ്യമുള്ള സഹായം കൃത്യമായി എത്തിച്ചു കൊടുക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുകയും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഊന്നിക്കൊണ്ട് വികസനം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കോവിഡിന് ശേഷം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആംഗിൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ സാങ്കേതിക വിദ്യ കൂടുതലായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ വികസനം പോകണം എന്നുള്ളതാണ് എനിക്കുള്ള മറ്റൊരു നിർദ്ദേശം. സാങ്കേതിക വിദ്യ കൂടുതലായി ഉപയോഗിക്കാൻ, പണ്ട് മൊബൈലും വാട്സപ്പും ഗൂഗിൾ മീറ്റൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ഏത് കുട്ടിയും ഏത് പ്രായമായിട്ടുള്ള ആളും ഇത് പഠിച്ചു കഴിഞ്ഞു. അതേപോലെ കോവിഡിന്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. കൃത്യമായ ആശയം ജനങ്ങളിലേക്ക് എത്തുക, പേടിപ്പിക്കാതെ അല്ലെങ്കിൽ ഇതൊരു ഭീതി പരത്താതെ, എന്നാൽ നമ്മൾ കരുതലോടുകൂടി ഇരിക്കണം എന്നുള്ള സന്ദേശം, അതായത് തെറ്റായ വാർത്തകൾ പോകാതെ ശരിയായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പഠിത്തത്തിന് വേണ്ടി സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഞാനിപ്പോ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്തെ പല ഹോസ്പിറ്റലുകളും ഓൺലൈനായിട്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇപ്പൊ സർക്കാരിന്റെ ഭാഗമായിട്ട് സർക്കാരും അത് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സർക്കാർ മേഖലകളിലൊക്കെ ഓൺലൈൻ കൺസൾട്ടേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ആളുകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോക്ടറെ മുഖത്തോട് മുഖം കാണാം, അസുഖം പറയാം, കാണിച്ചു കൊടുക്കാം, പ്രിസ്ക്രിപ്ഷൻ തരും, അത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മരുന്ന് വാങ്ങാം, കഴിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ സാങ്കേതിക വിദ്യ എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ പ്രത്യേകിച്ചു, വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച രംഗത്തായാലും സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കണം. ആ രീതിയിൽ നമുക്ക് കേരള വികസനത്തിനെ മാറ്റണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞു, സാങ്കേതിക വിദ്യ എന്നുള്ളത് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഒരു ആശയമായിട്ട് പറയാനുള്ളത്, നമുക്ക് അവസരങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ്. ഹലോ, ഡിസ്കണക്റ്റഡ് ആയിരുന്നു അല്ലേ?
ഇപ്പൊ ലോഗിൻ ചെയ്യുമായിരിക്കും എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഒരു എമർജൻസി കോൾസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സ്റ്റാൻലി സാർ അങ്ങനെയാണെങ്കിൽ വേണ്ട സാർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും. എന്തൊരു കോള് വന്നതാണെന്ന് തോന്നുന്നു. എമർജൻസി ആണ്, ഉടൻ തന്നെ ജോയിൻ ചെയ്യും. നീലകണ്ഠ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചെയ്തു. അല്ലേ? ശരി, ഇതും നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞു. ഇടയ്ക്ക് കണക്ഷൻ പോകുന്നു, കൂടി ഇരിക്കുന്നു. കാത്തിരിക്കാൻ പറയേണ്ടതില്ല. അതെ അതെ, ആള് വരില്ലേ എന്ന് 2 മിനിറ്റ് നമുക്ക് നോക്കാൻ പഠിക്കുന്നു. അങ്ങനെ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ ശക്തി നോക്കണം, സാങ്കേതിക വിദ്യ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് കൂടാതെ നമ്മൾ പുതിയ അവസരങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ആമുഖമായി പറഞ്ഞ ആളെ സൂചിപ്പിച്ചു. നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള അവസരങ്ങൾ കാണാൻ വേണ്ടി ഇന്നോവേഷന് വേണ്ടി എപ്പോഴും ശ്രമിക്കണം. അതാണ് ഒരു കീ ആയിട്ടുള്ള വാക്ക്. ഇന്നോവേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് ഉണ്ടായ കാലഘട്ടം എപ്പോഴാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് ഉണ്ടായ കാലഘട്ടം 1943, 44, 45 കാലഘട്ടത്തിലാണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ഏറ്റവും വലിയൊരു ചാലഞ്ച് നേരിട്ടപ്പോൾ ചാലഞ്ചിനെ മറികടക്കാൻ വേണ്ടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയാണ് ലോകം ഇന്നോവേഷൻസിലേക്ക് കടന്നത്. അതേപോലെ കോവിഡിന്റെ സമയത്തും നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്നോവേഷന് പ്രാധാന്യം കൊടുക്കണം. സ്റ്റാർട്ടപ്പുകളായാൽ പോലും, അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യ ആയാൽ പോലും, അങ്ങനെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ഇന്നോവേറ്റ് ചെയ്യാം, പ്രാദേശിക ക്ലൈമറ്റിനെ പഠിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാം. കൃഷിയിലായാലും, മൃഗസംരക്ഷണത്തിലായാലും, പിന്നെ ട്രാൻസ്പോർട്ടേഷനിലായാലും ഒക്കെ, ജോലി കണ്ടെത്തുന്നതിലായാലും, ഗ്ലോബൽ ജോലി ലോക്കലായി നോക്കുന്നതിലായാലും, ഏത് സെക്ടർ എടുത്താലും, ഞാൻ ഓരോ സെക്ടറായിട്ട് പ്രത്യേകിച്ച് പറയുന്നില്ല, പുതിയ പുതിയ ആശയങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ട് അവസരങ്ങൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ കുടുംബശ്രീയുടെ ഒരു അനുഭവത്തിൽ നിന്ന് കുടുംബശ്രീയിലെ 4000-ഓളം തയ്യൽ യൂണിറ്റുകൾക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാവരും മാസ്ക് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് 8 കോടി രൂപയുടെ മാസ്കുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. അങ്ങനെ മാസ്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു അവസരം നമുക്ക് മുന്നിൽ വന്നത്. കേരളത്തിൽ ഡിസിൻഫെക്ഷൻ ആവശ്യമുണ്ട്. കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരു വാഹനമായാലും, ഓഫീസായാലും, വീടായാലും ഡിസിൻഫെക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്ന ഉടനെ 100ഓളം ഡിസിൻഫെക്ഷൻ ടീമുകളെ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ പെട്ടെന്ന് സമൂഹത്തെ നോക്കുക, സമൂഹത്തിൽ എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തുക, ആ ആവശ്യത്തിലേക്ക് ആളുകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് ഒരു ടീമിനെ ഉണ്ടാക്കുക, അവർക്ക് അവസരം കിട്ടുക. അപ്പൊ ഇന്നലെ വരെ ഡിസിൻഫെക്ഷൻ ജോലി ചെയ്യാതെ ഇരുന്ന, അല്ലെങ്കിൽ ഒരു കടയിൽ സെയിൽസ്മാനായി നിന്ന, അല്ലെങ്കിൽ സെയിൽസ് വുമണായി നിന്ന ആളായിരിക്കാം ഡിസിൻഫെക്ഷൻ ടീമിലേക്ക് പോകുന്നത്. കാരണം സെയിൽസ് എന്നുള്ളത് ഒരു പക്ഷെ അവിടെ ജോലി നഷ്ടപ്പെട്ടു, പക്ഷെ സമയം കളയാതെ, വിഷമിച്ചിരിക്കാതെ നമ്മൾ അടുത്ത ആശയം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയത്തിലേക്ക് പോകാം. അപ്പൊ അതുകൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നൂതനമായ ആശയങ്ങൾ എപ്പോഴും നിരന്തരം ആശയങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിരന്തരമായി ആശയങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കോവിഡിന് ശേഷമുള്ള കേരളത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ ഒരു 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് ഞാൻ വെക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെ നമ്മൾ പ്രാധാന്യത്തോടു കൂടി നോക്കണം എന്നുള്ളതും, സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നുള്ളതും, സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയും, അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും, നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടിയും, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാനൊക്കെ വേണ്ടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുക. ചില ആശയം സസ്റ്റൈനബിൾ ആയിരിക്കില്ല, കുറെ കാലം നിലനിൽക്കുന്നൊന്നായിരിക്കില്ല. ഇന്ന് ഒരു പുതിയ ആശയം ഉണ്ടാക്കി അടുത്ത 3 മാസം കഴിഞ്ഞ ആശയം ടോട്ടലി പോയേക്കാം, സാരില്ല, 3 മാസത്തേക്കുണ്ടല്ലോ. അപ്പൊ 3 മാസത്തേക്കുള്ള അവസരമാണെങ്കിൽ പോലും സസ്റ്റൈനബിൾ ആയി വളരെ കാലത്തേക്കുള്ള ആശയം എന്ന് ചിന്തിക്കാതെ തന്നെ നമ്മൾ അത് ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ രീതിയിലാണ് ഞാൻ കുറച്ച് തിയറിറ്റിക്കലായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും നയപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ജനങ്ങളുടെ ചിന്ത, അല്ലെങ്കിൽ ജനങ്ങളുടെ മാനസികമായിട്ട് പരിവർത്തനം ചെയ്യേണ്ട ആവശ്യകതയും ഒരു നയം രൂപീകരിക്കേണ്ട ആവശ്യകതയും നോക്കുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണിത്. പിന്നെ നമ്മൾ ഗവൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയേണ്ടത്, ഗവൺമെന്റ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ വിഷനോടുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, കാരണം ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് നമുക്ക് ഈ മേഖലയിൽ കൂടുതൽ നമ്മൾ ഒരു 25 കൊല്ലത്തിന് ശേഷം എങ്ങനെ വേണം എന്നുള്ള ഒരു തലത്തിലേക്ക്
കേരളത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി കണ്ടുകൊണ്ട് അങ്ങനെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വിഷണറി ആയിട്ടുള്ള നയങ്ങൾ നമുക്ക് ഇതിൽ ചർച്ചയോടുകൂടി ഈ ഒരു രംഗത്ത് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ആശയം കൂടി പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ഒരു പുസ്തകം കേരളത്തിന് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്നും കേരളത്തിനെ വളരെ ഡൈവേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള ആശയങ്ങൾ ഒരു കുടക്കയിൽ കൊണ്ടുവന്ന് ഈ സമാഹാരമായിട്ട് കൊടുക്കുന്നത് വഴി കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാകട്ടെ. കാരണം ഇത്തരത്തിലുള്ളതാണല്ലോ പോളിസി ഉണ്ടാക്കുക. ഉപകാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു. വളരെ നന്ദി ശ്രീ ഹരികൃഷ്ണൻ IAS സർ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിമനോഹരമായി കേരളം ഇനിയും വരും കാലങ്ങളിൽ, അതായത് കോവിഡ് അനന്തര അതിജീവനത്തിന്റെ ബാലപാഠങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ ഊന്നേണ്ടത് എന്ന് വളരെ ലളിതമായ രീതിയിൽ വിശദീകരിച്ചു. ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം കൂടുതൽ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതെ, ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായി ഫോക്കസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു ആദ്യത്തെ നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം, വികസനം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. സർ, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഇതിനൊരു ഇപ്പോഴൊരു എഫിഷ്യൻസി പ്രോബ്ലം ഉള്ളതുപോലെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനെ അതിജീവിക്കാൻ സാർ എന്ത് നിർദ്ദേശങ്ങളൊക്കെയാണ് വെക്കുന്നത്? അതായത് ഈ എഫക്റ്റീവ് ആകാൻ, കൂടുതൽ എഫിഷ്യന്റ് ആകാൻ, കാരണം ശാക്തീകരണം ഡെഫിനറ്റ്ലി അതിന് ഇവിടെ ബന്ധപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള 20,000-ഓളം ജനപ്രതിനിധികൾക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുത്താൽ മതി. കാരണം അവര് വളരെ കരുത്തുള്ളവരാണ്. പൊതുസമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് സ്വന്തം ജീവിതത്തിന്റെ വളരെ വിലപിടിച്ച സമയം മുഴുവനായിട്ട് വിനിയോഗിക്കുന്നവരാണ് ജനപ്രതിനിധികൾ. ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ കാര്യം ആലോചിച്ചാൽ നിങ്ങൾക്കറിയാം, രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ അദ്ദേഹം വർക്ക് ചെയ്യാണ്. അപ്പൊ അത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വർക്ക് ചെയ്യേണ്ട ഒരാൾക്ക് ഒരു പക്ഷേ ലൈവായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് കുറെ സമയം പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള ആശയങ്ങൾ പ്രാദേശികമായിട്ട് കൊണ്ടുവരാനോ ഉള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവരെ ശക്തിപ്പെടുത്തിയാൽ 20,000 വാർഡ് മെമ്പർമാരാണ് കേരളത്തിൽ ഉണ്ടാവുക. അപ്പോൾ 941 പഞ്ചായത്തും 93 നഗരസഭയിലുള്ള എല്ലാ വാർഡുകളും കൂട്ടിയാൽ അത്രയും മെമ്പർമാർക്ക് ശക്തി കൊടുക്കുകയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരെ നിരന്തരമായ പരിശീലനവും ആശയരൂപീകരണത്തിലൂടെ മൈക്രോ ലെവൽ പ്ലാനിംഗ് ആണ് അവർ ചെയ്യുന്നത്. അതിനൊരു മാക്രോ പിക്ചറും കൂടി ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമുക്ക് പ്രാദേശിക തലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ പ്രാദേശിക തലത്തിൽ ധാരാളം വളണ്ടിയർ ഫോഴ്സസ് ഉണ്ട്. വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ധാരാളം ആളുകളുടെ സേവനം കൊണ്ടുവരാം. ഓരോ പ്രദേശത്തും ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ മലയാളികളായിട്ടുള്ളത്. അവരുടെ സഹായം തേടിക്കൊണ്ട് ഓരോ മേഖലയിലും നമ്മൾക്ക്, കാരണം അവർക്ക് നാസയിൽ സയന്റിസ്റ്റ് ഉള്ള ആള് മലയാളിയായിരിക്കും. അപ്പോൾ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും അദ്ദേഹത്തിന് ഉപദേശിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രൊഫഷണലായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഉപദേശം നമുക്ക് ഇതിൽ തരാൻ സാധിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാൻ വഴികളുണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ ലീഡേഴ്സിന് കരുത്ത് നൽകി ലീഡേഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ തനിയെ അവരുടെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എനിക്ക് അഭിപ്രായം പറയാം. ഒരു ചോദ്യം ഞാനിപ്പോ കണ്ടു, വെബ് ഡെവലപ്പർമാരെ വളർത്തിയെടുക്കാൻ സർക്കാർ മേഖലയിൽ ശ്രമങ്ങൾ ഉണ്ടാകാൻ, ഏതെങ്കിലും ഡിജിറ്റൽ മാതൃകയിലേക്ക് പോകണം എന്നുള്ളത് കണ്ടു. തീർച്ചയായും നല്ല ആശയമാണ്. കാരണം സേവനങ്ങൾ ഇപ്പോ പരമാവധി സേവനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഡോക്ടർമാരുടെ കാര്യമായപ്പോഴും അത് വെബ് സേവനം എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. അതിനെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ഒരു ഡോക്ടർക്ക് 100 രൂപ ഫീസ് കൊടുക്കണമെങ്കിൽ ഒരുപക്ഷെ ഓൺലൈനായി മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് എന്താ പറയുക, OTP വരാനുള്ള റേഞ്ചുള്ള സ്ഥലമായിരിക്കണം, ഓൺലൈൻ ബാങ്കിങ് സംവിധാനം അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും അത് തനിയെ വന്നോളും. അപ്പോൾ സർക്കാരിന്റെ സേവനങ്ങൾ ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള രീതിയിലേക്ക് ഗവൺമെന്റ് വരുന്നുണ്ട്. ഇപ്പോൾ വ്യവസായ വകുപ്പിൽ വർക്ക് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ വ്യവസായ വകുപ്പിൽ ഞാൻ KSIDCന്റെ MD ആയിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് വർക്ക് ചെയ്തു. അപ്പൊ KSIDCയിൽ കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും നമ്മൾക്ക് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് ഒരു പോർട്ടലിൽ പോയി
നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്താൽ 3 കൊല്ലത്തേക്ക് ലൈസൻസ് വേണം. അങ്ങനെ ഒരു നിയമം സർക്കാരിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല പല മേഖലകളും ഓൺലൈൻ സേവനത്തിലേക്ക് തിരിയുന്നുണ്ട്. നമുക്ക് അക്ഷയ സെന്ററുകളുടെ കാര്യവും RT ഓഫീസുകളുടെ കാര്യവും വില്ലേജ് ഓഫീസുകളുടെ സേവനങ്ങളുടെ കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ കൂടുതൽ മേഖലകളിലേക്ക് തീർച്ചയായും വരും. സാർ അതുപോലെ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൂടെ അതെനിക്ക് മനസ്സിലായല്ലോ. സാർ ഒരു അത് പിന്നെ വേറൊരു സംശയമുള്ളത്, ഇപ്പോൾ സാറ് പ്രധാനമായിട്ടും ഒരു ഉയർത്തി കാണിച്ച ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഇന്നോവേഷനും സ്റ്റാർട്ടപ്സിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലൊരു രാജ്യത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്പെൻഡിങ് വളരെ വളരെ കുറവാണ്. അപ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? അത് കാരണം നമ്മുടെ റിസർച്ച് R&D സ്പെൻഡിങ് വളരെ കുറവാണ്, അതിലുള്ള ഫോക്കസും വളരെ കുറവാണെന്നാണ് പൊതുവെയുള്ള കണക്കുകളും പഠനങ്ങളും. കൊറിയ പോലുള്ള രാജ്യങ്ങൾ വളരെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ കൂടുതൽ ഇന്നോവേഷനിലോട്ടും സ്റ്റാർട്ടപ്സിലോട്ടും ഒക്കെ പോകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ സാറിന്റെ അതിനെക്കുറിച്ച് അതെങ്ങനെ നമുക്ക് മികച്ചതാക്കി എടുക്കാൻ സാധിക്കും എന്ന് സാറിന്റെ അഭിപ്രായം? അത് വളരെ മികച്ചൊരു ആശയമാണ് അത്. കാരണം ഒരു രാജ്യത്തിന്റെ പുരോഗതി, ഒരു ദേശത്തിന്റെ പുരോഗതി എപ്പോഴും റിസർച്ചിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആശ്രയിച്ചിരിക്കും. ഇപ്പോ ഒരു സ്ഥലത്തിന്റെ പുരോഗതി തന്നെ ആ സ്ഥലത്ത് എത്ര റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് സാങ്കേതിക വിദ്യയുള്ള റിസർച്ച് ആയാലും എഡ്യൂക്കേഷൻ റിസർച്ച് ആയാലും ഹെൽത്ത് റിസർച്ച് ആയാലും ഏതായാലും. അപ്പോൾ റിസർച്ചിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അത് വികസനത്തിന്റെ ഒരു അളവുകോല് തന്നെയാണ്. അപ്പോൾ സർക്കാർ മേഖലയിൽ റിസർച്ചിന് ഇപ്പൊ അമേരിക്ക സ്പെൻഡ് ചെയ്യുന്ന അത്ര ഇന്ത്യ ഒരുപക്ഷെ സ്പെൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. ഈ സാഹചര്യത്തിൽ തീർച്ചയായും സർക്കാർ റിസർച്ചിന് പ്രാധാന്യം കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കൂടാതെ നമ്മൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ മാത്രം ചിന്തിക്കുന്നത്? നമുക്ക് ഗ്ലോബലായി ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ റിസർച്ചിന് പ്രാധാന്യം കൊടുക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. എല്ലാ പ്രൈവറ്റ് കമ്പനികളും റിസർച്ച് വഴിയാണ് പുതിയ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ റിസർച്ച് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്താനും പ്രോഡക്റ്റായി മാറ്റാനും മാർക്കറ്റിലേക്ക് എത്താനും സാധിക്കുന്ന പ്രൈവറ്റ് മേഖലയിലുള്ള റിസർച്ച് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ മടക്കുന്ന ഫോൺ കണ്ടു, അതേപോലെ കർവായിട്ടുള്ള ഫോൺ കണ്ടു. അങ്ങനെ പല രീതിയിലുള്ള ഫോണുകൾ കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ വരുന്നത് റിസർച്ചിന്റെ റിസൾട്ടാണല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് മേഖലയിലുള്ള റിസർച്ചും കൂടി നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് നന്നായിരിക്കും. റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൈവറ്റ് മേഖലയിലുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കാനും അത്തരത്തിലുള്ള വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ട ഇളവുകൾ കൊടുക്കുന്ന നയങ്ങൾ കൊണ്ടുവരാനും അങ്ങനെ സർക്കാരിന്റെ സ്പെൻഡിങ് ഇപ്പോൾ ഒരു പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ കൂടി സ്പെൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇനിയും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള സ്പെൻഡിങ് വളരെ മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ ഉൾപ്പെടെയുള്ള പണം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് സ്പെൻഡിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് മേഖലയിലെ റിസർച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ സ്ത്രീശക്തി ഗ്രൂപ്പുകാരെ പുല്ല് ചെത്തിക്കാതെ ചെറുകിട വ്യവസായം കൃഷിയും തീർച്ചയായും അത് നമ്മളുടെ ഒരു പോളിസി തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അൺസ്കിൽഡ് ലേബറിലായിരിക്കും. കാരണം ജനങ്ങൾക്ക് ജോലി കൊടുക്കുക, അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫോക്കസ്. ആ ഫോക്കസിൽ ധാരാളം അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് ലേബറിൽ നിന്ന് സ്കിൽഡ് ലേബറിലേക്ക് ഉള്ള മൈഗ്രേഷനാണ്. അപ്പോ തൊഴിലുറപ്പിലൂടെ പുല്ലുചെത്തൽ എന്നുള്ളത് അല്ലെങ്കിൽ വികസനം, ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നുള്ളത് ഇപ്പൊ തൊഴിലുറപ്പിന്റെ തന്നെ ഒരു ഫോക്കസ് മാറിയിട്ട് അസറ്റ് ക്രിയേഷനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നത് തൊഴിലുറപ്പിന്റെ ജോലി വഴി നാട്ടിലൊരു അസറ്റ് ഉണ്ടാവണം, ഒരു കുളം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു വഴി ഉണ്ടാവണം, ഒരു വീട് ഉണ്ടാവണം എന്നുള്ള തലത്തിലേക്ക് തൊഴിലുറപ്പ് മാറി. അതിന്റെ തന്നെ ഫോക്കസ് ഇപ്പോൾ അങ്ങനെ വരുന്ന അൺസ്കിൽഡ് ആൾക്കാരെ സ്കില്ല് കൊടുത്തുകൊണ്ട് ഹയർ ലെവലിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ കേരള ബീൻ എ ഫ്രണ്ട് റണ്ണർ ഇൻ ക്രിയേറ്റിംഗ് പേറ്റന്റ്സ്. വാട്ട് ഈസ് ഗവൺമെന്റ് അപ്രോച്ച്? അത് നേരത്തെ പറഞ്ഞ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ റിസർച്ചിനും പേറ്റന്റിനും മറ്റ് വിദേശ രാജ്യങ്ങൾ കൊടുക്കുന്ന പോലെയുള്ള പ്രാധാന്യം ഇന്ത്യയുടെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല എങ്കിൽ പോലും ഇന്ത്യ ഒരിക്കലും മോശമായിട്ടില്ല. ലോകത്തില് സ്പേസിന്റെ ശക്തിയുള്ള 7 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ന്യൂക്ലിയർ ശക്തിയുള്ള വളരെ ഹാൻഡ്ഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അതേപോലെ പേറ്റന്റിലും റിസർച്ചിലും നമ്മുടെ ചരിത്രം നോക്കിയാൽ പോലും ഇന്ത്യക്ക് നല്ലൊരു സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസത്തിലും നല്ല ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നയങ്ങളിലേക്ക് ഇതൊക്കെ കൊണ്ടുവരുമെന്നും പ്രാധാന്യത്തോടെ നോക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഒരു സംശയം കൂടി ഉത്തരം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം.
Gandhian Swaraj model with innovation and marketing model. സ്വയം പര്യാപ്തത എന്നുള്ളത് ഇന്നത്തെ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഒരുപക്ഷെ നമുക്ക് എത്രത്തോളം ലോക്കലായി മാറാൻ സാധിക്കും എന്നുള്ളത് സംശയമാണ്. എന്നാൽ നമ്മൾ പ്രാദേശികമായി സ്വയം പര്യാപ്തത നേടിയേ തീരൂ എന്നുള്ളത് കോവിഡ് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. ഇറ്റ്സ് എ ക്വിഡ് പ്രോക്കോ, അല്ലെങ്കിൽ എന്താ പറയാ, രണ്ടും വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഭക്ഷ്യ ഉൽപാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത കണ്ടെത്തണം, അവസരങ്ങളിലും ജോലി കൊടുക്കുന്നതിന് സ്വയം പര്യാപ്തത കണ്ടെത്തണം. എന്നാൽ പോലും ലോകം എന്നൊരു കുടക്കീഴിലാണ്, വസുദൈവ കുടുംബകം എന്നുള്ള ആശയമാണല്ലോ. അപ്പൊ അത്തരത്തിൽ ലോകം ഗ്ലോബലൈസേഷനൊക്കെ ചുരുക്കുന്ന അവസരത്തിൽ നമ്മൾ പ്രാദേശിക അവസരങ്ങളിൽ നിന്നും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം പോകുന്നത് പ്രായോഗികമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി അതിലുണ്ട്. ഐ തിങ്ക് ഇതിൽ ഞാൻ ആ ലോഗ് ഓഫ് ചെയ്തതിന് മുമ്പേ വന്ന ചോദ്യങ്ങൾ ഇപ്പൊ കാണുന്നില്ല, പുതുതായി ലോഗിൻ ചെയ്തോണ്ട് അതിന് ശേഷം വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കട്ടെ. ശരി സർ, വളരെ വളരെ നന്ദി. വളരെ പല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു ശ്രീ ഹരികിഷോർ IAS സാറുമായിട്ട് ഇപ്പോൾ നമ്മൾ നടത്തിയത്. വളരെ നല്ല ഇന്ററാക്ഷൻ, വളരെ വളരെ നന്ദി സാർ. ഇനിയുള്ള സംശയങ്ങൾ സാറിനോട് നേരിട്ട് ഞങ്ങൾ ഇമെയിൽ മുഖേനയോ ലെറ്റർ മുഖേനയോ സാറിന്റെ സഹായം തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി, വളരെ വളരെ നന്ദി സാർ. അടുത്ത സ്പീക്കറിലേക്ക് പോകാം. നമുക്ക് അടുത്തതായി നമുക്ക് താങ്ക് യു സാർ. നമുക്ക് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ലോഗ് ഓഫ് ചെയ്യേ. ശരി സാർ. ഓക്കെ സാർ. അടുത്തതായി നമുക്ക് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്, ആശയങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ CR നീലകണ്ഠൻ സാറാണ്. ലോകമറിയുന്ന, രാജ്യമറിയുന്ന ഒരു എൻവയോൺമെന്റ് ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുറച്ച് സമയം അദ്ദേഹം ആശയങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇസ്രയേൽ ഈ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളോടൊപ്പം ഈ വൈകുന്നേരം എത്തിയതിൽ വളരെ വളരെ സന്തോഷം, ഒരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു. ശ്രീ CR നീലകണ്ഠൻ സാറിനെ ആദരപൂർവ്വം സാറിന്റെ പേപ്പർ പ്രസന്റേഷനിലേക്ക് ക്ഷണിക്കുന്നു. സാർ പ്ലീസ്, സാറിന് ഓവർ ടു ശ്രീ CR നീലകണ്ഠൻ സാർ, പ്ലീസ് സാർ. നീലകണ്ഠൻ സാർ എത്തി, ലോഗിൻ ചെയ്തില്ലേ? പ്ലീസ് സാറിന് തുടങ്ങാം സാറിന്റെ പ്രസന്റേഷൻ. വോയിസ് ഓഡിയോ ഓപ്പൺ ആണ്. കിട്ടാണോ? ക്യാമറ ഏതായാലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എനിക്ക് ലിങ്ക് കിട്ടാനും ഇവിടെ വരാനും കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. വളരെ പഴകുളം മധുവായാലും അതുപോലെ പരീക്ഷൻ സാറായാലും നമ്മളൊക്കെ നല്ല പരിചയമുള്ള ആളുകളാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഹരീഷൻ സാർ പറഞ്ഞതിന്റെ നേരെ വിപരീത ഒരു ദിശയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്ന ഒരാളാണ് ഞാൻ. നമ്മളൊക്കെ എല്ലാത്തിനും വിരുദ്ധരാണ് എന്നാണ് ഞാനൊക്കെ അറിയപ്പെടുക. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അങ്ങനെയും ഈ മേളം വല്ലാതെ മേളം കൊട്ടുമ്പോൾ, ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് മേളം വളരെ പ്രധാനമാണ്, ചെണ്ടമേളം. അതിൽ ഇടഞ്ഞു കൊട്ടുക എന്ന് പറയും. കാരണം എല്ലാവരും ഒരു താളത്തിൽ കൊട്ടുമ്പോൾ ചിലരൊന്ന് തെറ്റിക്കൊട്ടും. അങ്ങനെ ഒരു താളം തെറ്റിക്കൊട്ടുന്ന ഒരു പണിയാണ് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, അതെന്റെ ഒരു രീതിയാണ്. ഏതായാലും നമ്മൾ വന്ന വിഷയം എന്തോ ചെറിയ പ്രശ്നമുണ്ട്. വീഡിയോ ക്യാമറ അത് എന്തോ ഒരു ഇതാ വരുന്നതാണ്. അത് ഇടയ്ക്ക് പോകേണ്ടത് അതാണ്. ഓക്കെ. അപ്പോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ കോവിഡാനന്തര കേരളം, കോവിഡാനന്തര കേരളം എന്ന് പറയുമ്പോൾ ഞാൻ കോവിഡ് മാത്രമായിട്ട് ഇതിനെ കാണുന്നില്ല. ഞാൻ ഒരു ചെറിയൊരു ഉപമ, ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് പറയാം. മഹാത്മാഗാന്ധിയുടെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന, ഒരുപക്ഷെ ഗാന്ധിയുടെ ഫിലോസഫിയുടെ അടിസ്ഥാനം എന്ന് പറയാവുന്ന ആദ്യത്തെ ഗ്രന്ഥങ്ങളിലൊന്ന്. അപ്പൊ അതിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, 1908 ഈ പുസ്തകം എഴുതുന്നത്. അന്ന് അദ്ദേഹം ഇന്ത്യയിൽ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അന്ന് ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പൊ അദ്ദേഹം കപ്പലിൽ ഇരുന്നിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ അതിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യം, അദ്ദേഹത്തിനോട് അത് ചോദ്യോത്തര രൂപത്തിലാണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഞാൻ എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഈ നിങ്ങൾ തീവണ്ടി കണ്ടുപിടിച്ചത് നല്ല കാര്യമല്ലോ. അന്ന് തീവണ്ടി പുതിയ കണ്ടുപിടുത്തമാണ്. അതിവേഗത്തിൽ ആളുകളെ എത്തിക്കാൻ കഴിയുമല്ലോ തീവണ്ടിക്ക്. അപ്പോ ഗാന്ധിജി പറയുന്നു, വളരെ നല്ല കാര്യമാണ്, തീവണ്ടി കണ്ടുപിടിച്ചത് ആളുകളെ വേഗം എത്തിക്കും. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്,
ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ പകർച്ചവ്യാധിയെ വേഗം എത്തിക്കുന്നത് തീവണ്ടി ആയിരിക്കും എന്ന്. 1919 ഇന്ന് ഇതിന് സമാനമായ സ്പാനിഷ് ഫ്ലൂ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി എഴുതിയിട്ട് 11 വർഷം കഴിഞ്ഞു. അപ്പൊ അന്ന് നമുക്ക് ആദ്യം നിർത്തിവെക്കേണ്ടി വന്നത് തീവണ്ടിയാണ്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മൾ കുറച്ചു കാലം മുമ്പ് വളരെ അഭിമാനിച്ചിരുന്നു. വളരെ വേഗം യാത്ര ചെയ്യാൻ കഴിയും, വളരെ വേഗം നമുക്ക് നമ്മുടെ യാത്രാ സൗകര്യം വളരെ കൂടിയിട്ടുണ്ട്. ഒരുപാട് വിമാനത്താവളങ്ങൾ, ഒരുപാട് വലിയ റോഡുകൾ, ഹൈവേകൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നല്ല വികസനമൊക്കെ നേടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, കോവിഡ് വന്നപ്പോൾ ആദ്യ എഫക്ട് ചെയ്ത് നമ്മുടെ മൊബിലിറ്റിയാണ്. നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ പലതും അർത്ഥശൂന്യമായി. വിമാനത്താവളങ്ങൾ കാലിയായി, ഹൈവേകൾ കാലിയായി. നമുക്ക് പഴയതുപോലെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ലോകം എത്തിച്ചേർന്നു കോവിഡ്. നമുക്ക് കോവിഡിന് മുമ്പ് ഇത് ആലോചിക്കാനേ പറ്റില്ല. ഇങ്ങനെ ഒരു കാര്യം, എല്ലാ വിമാനത്താവളങ്ങളും കാലിയാവുക, അല്ല നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വരിക. വിമാനത്താവളങ്ങൾ ആദ്യത്തിൽ തിരക്കായിരുന്നു എല്ലാവരും വരാൻ, പക്ഷെ അത് കഴിഞ്ഞപ്പോ അപ്പോ ഏറ്റവും വലിയ വികസനം എന്ന് നാം കണ്ട അതിവേഗത നമുക്കൊരാവശ്യമില്ലാത്തതായി പോയി. അതുപോലെ നമ്മളെ കെട്ടിട നിർമ്മാണം, ഞാൻ ഓരോന്നായിട്ട് പറയാം. കെട്ടിട നിർമ്മാണം, വൻകിട കെട്ടിടങ്ങൾ ഇപ്പൊ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. വലിയ ഓഫീസുകളൊന്നും ആവശ്യമില്ല, കാരണം ആളുകളൊക്കെ പുതിയ തലമുറയൊക്കെ വീട്ടിലിരുന്നാണ് ഇനി ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോ വലിയ വേഗത്തിലുള്ള യാത്ര, ഒരുപാട് കാറുകൾ, ഒരുപാട് വലിയ കെട്ടിടങ്ങൾ, അതാണോ വരും കാലത്തെ നമ്മുടെ ആവശ്യം? നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് എപ്പോഴും പറയുമ്പോൾ, ഇപ്പൊ ജിജി തോംസൺ സാറ് ഞാനൊക്കെ ആയിട്ട് ചിലപ്പോഴും അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് വലിയ ബഹുമാനമാണ്. പക്ഷെ ഞാൻ പറയാറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് വലിയ റോഡുകളാണോ, വലിയ വിമാനത്താവളങ്ങളാണോ, വലിയ തുറമുഖങ്ങളാണോ, അതോ നമ്മുടെ ജീവിതം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ആണോ? ഞാനത് പറയാറുണ്ട്. 2018-19 പ്രളയം വന്ന കാലത്ത് നമ്മൾ കണ്ടൊരു കാര്യം, നമ്മുടെയൊക്കെ വീടിന് മുമ്പിൽ ധാരാളം നല്ല റോഡുകൾ ഉണ്ടായിരുന്നു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ നല്ല റോഡ് പണിതു. നമ്മുടെ വീട്ടിൽ നല്ല കാറുകൾ ഉണ്ടായി. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ റോഡ് ഒക്കെ പണിത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കാറ് വേണം, അത് നല്ല കാര്യം, കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറ്റിയത്? ആ പ്രളയത്തിൽ നമുക്ക് നമ്മുടെ ഏറ്റവും വികസിതമായ സ്ഥലങ്ങളായ ചെങ്ങന്നൂരായാലും, തിരുവല്ലയായാലും, റാന്നിയായാലും, ആലുവയായാലും, പറവൂരായാലും എവിടെയും ഈ കാറ് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായില്ല. നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഒരുപക്ഷെ കൈകൊണ്ട് തുഴയുന്ന ബോട്ട് വേണ്ടി വന്നു നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താൻ. കാറിന്റെ വീതിയെ കൂടി വെള്ളം കയറി. ഈ കാറ് നമുക്ക് ഉപകാരം ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ സൗകര്യമാണ്, സുഖമാണ്, വികസനമാണ് എന്ന് കാണുന്ന കാര്യങ്ങൾ അങ്ങനെയാണോ എന്ന പ്രാഥമികമായ ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. കോവിഡ് എന്ന്, അല്ലെങ്കിൽ പ്രളയമെന്ന്, അല്ലെങ്കിൽ ഓഖി എന്ന് നമ്മളെ അതാണ് ഞാൻ കോവിഡാനന്തര ലോകത്തിൽ ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നില്ല, വളരെ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് കോവിഡാനന്തര ലോകം കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. അപ്പൊ ഇനിയും നമുക്ക് കൂടുതൽ വിമാനത്താവളങ്ങളാണോ വേണ്ടത്, അതോ നമുക്ക് കൂടുതൽ വലിയ റോഡുകളാണോ വേണ്ടത്, അതോ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഈ പ്രളയത്തിന്റെ അല്ലെങ്കിൽ കോവിഡിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പശ്ചിമഘട്ടത്തെ, നമ്മുടെ പുഴകളെ, നമ്മുടെ കായലുകളെ, നമ്മുടെ കുളങ്ങളെ, ജലാശയങ്ങളെ ശക്തിപ്പെടുത്തുകയാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന ചോദ്യമുണ്ട്. ഇപ്പോ കോവിഡ്, ഞാൻ കഴിഞ്ഞ ദിവസം നർമ്മദ താഴ്വരയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രീമതി മേധാ പട്കറുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ താഴ്വരയിൽ 2 ജില്ലകളിൽ ഒരാൾക്ക് പോലും കോവിഡ് ഇല്ല. ഗവൺമെന്റ് കോവിഡ് ഫ്രീ ആയിട്ട് ഡിസ്ട്രിക്ട് ഡിക്ലെയർ ചെയ്തു. അതെങ്ങനെയാ സംഭവിച്ചത്? അപ്പോ അത് സാധ്യമാണ്. കേരളം നമ്മൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയ, ഒരു പക്ഷേ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിനുള്ളതിനേക്കാൾ മോസ്റ്റ് മോഡേൺ ആയ ഒരു എഫിഷ്യന്റ് സംവിധാനം, മെഡിക്കൽ സംവിധാനം നമുക്കുണ്ട്, 3 ടയർ സംവിധാനം, അതൊക്കെ ഉണ്ട്. നമുക്ക് എഫിഷ്യന്റ് ആയ സർക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതൊന്നുമില്ലാതെ കോവിഡ് ഇല്ലാത്ത ഒരു ജില്ല, 1-2 ജില്ലകൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടില്ലാതെ, മാസ്ക് ഇല്ലാതെ ചിലപ്പോൾ കോവിഡിനെ തടയാൻ പറ്റിയെങ്കിലോ, പറ്റുകയാണെങ്കിൽ രക്ഷിക്കണ്ടേ? ഞാൻ പറഞ്ഞത് അനുഭവങ്ങൾ പല സ്ഥലത്തൊന്നും വേണ്ടേ? അപ്പോ ഇത് ടെക്നോളജി കൊണ്ട് മാത്രമാണോ ഇത് പരിഹരിക്കാൻ കഴിയുക? നമ്മുടെ സെൽഫ് ഡിഫൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ നമ്മുടെ ഡിഫൻസ് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുക എന്ന വളരെ പ്രാഥമികമായ ഒരു ചോദ്യമുണ്ട്. അപ്പോ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ 2 പ്രളയവും അത് കഴിഞ്ഞ് ഇപ്പൊ കോവിഡും ഒക്കെ വരുമ്പോ നമ്മൾ അതിൽ നിന്ന് കേരളം എന്താ പഠിക്കുന്നത്? ഞാൻ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നതിൽ വളരെ അഭിമാനിക്കുന്ന ആളാണ്. എങ്ങനെയാ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആവണേ? പശ്ചിമഘട്ടവും അറബിക്കടലും അതിനിടയിൽ ഇടനാടും അതിനിടയിലുള്ള മൈക്രോ ക്ലൈമറ്റും. ഇപ്പൊ കേരളത്തിന്റെ മൈക്രോ ക്ലൈമറ്റ് എത്ര പ്രധാനമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഒരു പാശ്ചാത്യ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ മൂന്നാറിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുക ഒരു നോട്ട് ബുക്കിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എഴുതുന്ന സ്ഥലപ്പേരാണോ? അല്ലല്ല, അതൊക്കെ ഞാൻ പിന്നെ പറയാം.
വന്നപ്പോ എന്നോട് പറഞ്ഞു 6 മൈക്രോ ക്ലൈമറ്റ് സോണിൽ കൂടി 3.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരള. 6 മൈക്രോ ക്ലൈമറ്റ് സോൺ, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി എത്ര കോടി രൂപ നിങ്ങൾ മുടക്കിയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ AC ഇടാം, AC ഇട്ടിട്ട് ലോകത്തിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാം. പക്ഷേ കേരളത്തിന്റെ ഈ ശേഷി നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. കേരളത്തിന്റെ ബയോഡൈവേഴ്സിറ്റി, കേരളത്തിന്റെ ആയുർവേദം, ഇപ്പൊ നമ്മൾ പറയുന്നു ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രം കേരളത്തിൽ വളരുന്നത് ഇവിടെ അഷ്ടവൈദ്യന്മാരുണ്ടായത് കൊണ്ടല്ല, മറിച്ച് ഇവിടെ അഷ്ടവൈദ്യന്മാർ പോലും ഉണ്ടായത് ഇവിടുത്തെ ജൈവ വൈവിധ്യം കൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോ ഈ കേരളത്തിന്റെ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ശേഷിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നു. ഇപ്പോ നേരത്തെ പറഞ്ഞു നമ്മൾ മാലിന്യ കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വാശിയോടെ നടക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ തോൽക്കട്ടെ, എനിക്കതിൽ വിഷയമല്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജനകീയാസൂത്രണ കാലം മുതൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു വന്ന് ദയനീയമായി പരാജയപ്പെട്ട ഒരാളാണ്. നിങ്ങളിപ്പോ പഴകുളം മൊത്തം അവരൊക്കെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ ഞാൻ അല്ലാതെ പറയുന്നില്ല, അവര് വിജയങ്ങളെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഞാൻ ദയനീയമായി പരാജയപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ പ്രാഥമികമായ കടമയായ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. ഒരു കോർപ്പറേഷനും ഒരു നഗരസഭയ്ക്കും എന്തിന് ഒരു പഞ്ചായത്തിന് പോലും, ഞാൻ നേരിട്ട് ഇടപെട്ട സ്ഥലത്ത് പോലും അത് സക്സസ് ആക്കാൻ കഴിയുന്നില്ല. കേന്ദ്രീകൃതമായി നാം ആരംഭിച്ച എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വേസ്റ്റ് ഇതുകളും നമുക്കില്ലാതായി, നമുക്ക് പൊളിഞ്ഞുപോയി. ഇപ്പൊ വെള്ളപ്പിൽശാല തിരുവനന്തപുരം മുതലെടുത്താൽ കണ്ണൂർ ചേളോറ വരെ എല്ലാ സ്ഥലത്തും അത് നിർത്തിവെക്കേണ്ടി വന്നു. എന്താ കാരണം? നമ്മളിപ്പോ തദ്ദേശ ഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ ആരെങ്കിലും ജയിക്കട്ടെ, ലെഫ്റ്റോ LDF UDF BJP ആരുവേണ്ടി ജയിക്കട്ടെ, സ്വതന്ത്രനോ 2020 ആരുവേണ്ടി ജയിക്കട്ടെ. പക്ഷെ പ്രശ്നമല്ല, ആ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ നേരത്തെ സംസാരിച്ച പോലെ സ്വാശ്രയത്വം എന്ന് പറയുന്നത് ബാക്കി എന്തിലും സ്വാശ്രയത്വം ഇല്ലെങ്കിലും മാലിന്യ സംസ്കരണത്തിലും നമ്മുടെ ജല മണ്ണ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും ഒരു സ്വാശ്രയത്വം നമുക്ക് ഉണ്ടായേ പറ്റൂ. അതുണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭൂമിയുടെ സംരക്ഷണം എങ്ങനെയായിരിക്കണം, കുന്നിന്റെ സംരക്ഷണം. ഞാനിത് വെറും പരിസ്ഥിതി വിഷയമായിട്ടല്ല പറയുന്നത്. ഇപ്പോ സാധാരണ പറയാറുണ്ട്, ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എത്ര പറ്റുന്നു എന്നുള്ളത് ആക്സിഡന്റിന്റെ ഗ്രാവിറ്റിയെ പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ബോഡിയുടെ സ്ട്രെങ്ത് എത്രയാണ്. ഒരേ ആക്സിഡന്റ് 2 പേർക്ക് പറ്റിയാൽ സ്ട്രെങ്ത് ഉള്ള ആൾ ചിലപ്പോൾ സർവൈവ് ചെയ്യും, സ്ട്രെങ്ത് കുറഞ്ഞ ആൾ. അപ്പൊ നമുക്ക് കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും നമ്മുടെ ഈ ബോഡിയെ സംരക്ഷിക്കാൻ, സൊസൈറ്റി പ്രകൃതി സംരക്ഷിക്കാൻ എത്രത്തോളം നമ്മുടെ ബോഡിയെ ശക്തിപ്പെടുത്താൻ പറ്റും. ഞാൻ നെഗറ്റീവ് പറയുന്നു ആരും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോ പ്രളയകാലത്ത് ഞാൻ കണ്ട ഒരു കാര്യം, കേരളത്തിൽ അതിപ്രളയം വരുമ്പോഴും വീടിന്റെ 1ാം നില വരെ മുങ്ങി, മുകളില് വഞ്ചി കാത്ത് നിൽക്കുകയാണ്, താഴെയൊക്കെ നിലമൊക്കെ മുങ്ങി നിൽക്കുമ്പോഴും വഞ്ചിയിൽ പോയിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോ അവർ ആദ്യം ചോദിക്കുന്ന ഒരു കുപ്പി വെള്ളം തരുമെന്ന്. കാരണം മഴയിൽ നിന്ന് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ കുടിക്കാൻ വെള്ളമില്ല ചുറ്റും. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞു, ഒരു വട്ടക എടുത്തിട്ട് നിങ്ങളെ ഒരു വലിയ ഒരു കലോ കുടോ എടുത്തിട്ട് നിങ്ങളുടെ ടെറസിൽ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുമല്ലോ. കാരണം ഇത്രയും മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളം അത്രത്തോളം നല്ല വെള്ളം നിങ്ങൾക്ക് കിട്ടാൻ വേറെ എവിടെയില്ല, ഒരു കുപ്പിവെള്ളവും കിട്ടില്ല. പക്ഷെ അപ്പോഴും നമ്മൾ 20 രൂപയുടെ കുപ്പിവെള്ളം തന്നെയാ പെരുമഴയത്ത് വാങ്ങി കുടിക്കുന്നത്. ഞാനൊരു 20 കൊല്ലം മുമ്പ് എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമാണ്, പെരുമഴയത്ത് കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന ഒരു മലയാളിയെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സ്വപ്നമല്ല, ഞാൻ യാഥാർത്ഥ്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പെരിയാറിന്റെ തീരത്തും പമ്പയുടെ തീരത്തും ഏത് നദിയുടെ തീരത്തും നിങ്ങൾ പെരുമഴക്കാലത്തും കുപ്പിവെള്ളം തൂങ്ങിക്കിടക്കുന്ന കാഴ്ച കാണുകയാണ്. അപ്പോ കുപ്പിവെള്ളത്തിന്റെ വ്യാപാരം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. കാരണം കേരളത്തിൽ എല്ലാവരും നല്ല വെള്ളം കുടിക്കുകയാണ്. അത് കുപ്പിവെള്ളമില്ലാതെ നല്ല വെള്ളം എല്ലാവർക്കും കിട്ടുന്നത് ഒരു കേരളത്തെ കുറിച്ച് എനിക്ക് വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നം, അതുപോലെ നല്ല വായുവുള്ള കേരളം. പറയാം, നമുക്കറിയാം. ഇപ്പൊ ഡൽഹിയൊക്കെ ഇപ്പൊ ആകെ നിൽക്കാൻ പറ്റാതായിരിക്കാം. ഇന്ത്യയിലെ പല ടൗണുകളും ലോകത്തിലെ പല ടൗണുകളും. കൊച്ചിയൊക്കെ എത്ര പെട്ടെന്നാവും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരുപക്ഷെ കോവിഡ് ഒക്കെ വന്നുകൊണ്ട് കുറച്ച് ട്രാഫിക് കുറഞ്ഞുകൊണ്ട് ഒരു ചെറിയ രക്ഷപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ കൊച്ചിയും, ഞാൻ ജീവിക്കുന്ന കൊച്ചിയും ഇതുപോലെ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഒരിക്കലും പരിസ്ഥിതിയല്ല, കോവിഡാനന്തര ലോകത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പരിഹാരം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ചോദ്യം വന്നു, ഇന്റഗ്രേറ്റഡ് ഡ്രൈനേജ് സിസ്റ്റം. അതൊന്നും ശരിയല്ല. കാരണം കേരളത്തിന്റെ ടോപ്പോഗ്രഫി വളരെ വ്യത്യസ്തമായ ഉയരും കുന്നുകളും ചെറിയ ഇടവഴികളും അല്ലെങ്കിൽ ചോലകളും ഒക്കെ പാടങ്ങളും കായലുകളും ഒക്കെയുള്ള സ്ഥലം. അപ്പൊ കുട്ടനാട് സമുദ്രനിരപ്പിന്റെ താഴെയുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കുട്ടനാട് നിൽക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ കേരളത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിനേജ് ഉണ്ടാക്കാൻ പറ്റില്ല. കേരളത്തിന്റെ ഡ്രെയിനേജ്, ഡീസെൻട്രലൈസ്ഡ് ഡ്രെയിനേജ് കേരളത്തിന് സാധ്യമാണ്. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ പ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ പഞ്ചായത്തിലും, ഞാൻ പറയുന്നു ഒരൊറ്റ പഞ്ചായത്തിലെയും ഒരു ജലാശയം പോലും മലിനമാക്കാൻ നിൽക്കാം. ഞാനിത് പറയാൻ കാരണം, എനിക്ക് നിങ്ങളൊക്കെ ഇതിൽ പലരും വിദേശത്തൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാവും. ഞാൻ ലണ്ടനിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് എന്റെ ജോലിയുടെ ഭാഗമായിട്ടല്ലാതെ. 84 മുതൽ ഒരു 8 or 9 തവണ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ട്. ഓരോ തവണ ചെല്ലുമ്പോഴും തെംസ് എന്ന് പറയുന്ന, എന്നെ ഒരുപക്ഷെ നമ്മളെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിദേശ നദി തെംസ് ആയിരിക്കും. കാരണം തെംസിന്റെ കരയിൽ ഇരുന്ന് പാട്ട് പാടുന്ന വേർഡ്സ് വർത്ത് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ
തെംസ് എന്നുള്ള നദിയിൽ ആദ്യം ഞാൻ ചെല്ലുമ്പോൾ ഇറങ്ങാൻ പാടില്ല, ഇറങ്ങരുത്, കാരണം അത് ഡേഞ്ചറസ് ആണ്. പിന്നെ മാറി 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 ഇപ്പൊ തെംസിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, തെംസിലെ വെള്ളം നിങ്ങൾക്ക് എടുത്ത് കുടിക്കാം. ലണ്ടനിൽ ഒരു ഹോട്ടലിലും നിങ്ങൾക്ക് മിനറൽ വാട്ടർ കുടിക്കണ്ട, പൈപ്പ് വാട്ടർ കുടിക്കാം. ലണ്ടൻ പോലൊരു നഗരത്തിൽ, ഏറ്റവും വ്യവസായവൽകൃതമായ മുതലാളിത്തവൽകൃതമായ ഒരു നഗരത്തിൽ നദികളിലെ വെള്ളം നിങ്ങൾക്ക് എടുത്ത് കുടിക്കാൻ കഴിയുമെങ്കിൽ കൊച്ചിയിലെയും കേരളത്തിലെയും പമ്പയിലെയും ഒക്കെ വെള്ളം കുടിക്കാൻ നമുക്ക് കഴിക്കാൻ ഒരു പ്രശ്നവുമില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായി, വളരെ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ ജലസ്രോതസ്സുകൾ. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. ഞാൻ പറയുന്നത്, ഞാൻ പല പഞ്ചായത്തുകൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വിഷയം ഞാൻ ചോദ്യം ചോദിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ 25 കൊല്ലമായി ജനകീയാസൂത്രണം കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു കുളം അല്ലെങ്കിൽ ഒരു കിണർ, നിങ്ങളുടെ തോട്, പുഴ നിങ്ങൾക്ക് ഇത് വൃത്തിയാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ജനകീയാസൂത്രണത്തെ കുറിച്ചാണ് നിങ്ങൾ പറയണേ? ഈ നാട്ടിലെ മാലിന്യം, എന്തെല്ലാം മാലിന്യം, മാർക്കറ്റിലെ മാലിന്യം, ആശുപത്രി മാലിന്യം, ആരാധനാലയത്തിലെ മാലിന്യം, സ്കൂളിലെ മാലിന്യം, വീടുകളുടെ മാലിന്യം, ഫ്ലാറ്റുകളുടെ മാലിന്യം, ഫാക്ടറികളുടെ മാലിന്യം, ഇതൊക്കെ നിങ്ങൾക്ക് ഈ തോടിൽ വിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ പഞ്ചായത്ത് ഭരിക്കണേ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യണത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വളരെ വളരെ നിരാശനാണ് അക്കാര്യത്തിൽ. അപ്പൊ എങ്ങനെയാണ് ഒരുപക്ഷെ കോവിഡാനന്തര ലോകത്തിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ? നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഹരി സാർ പറഞ്ഞതുപോലെ, നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയുമോ? നല്ല വെള്ളം കിട്ടുന്ന പഞ്ചായത്ത്, എന്റെ പഞ്ചായത്തിൽ കുപ്പിവെള്ളം ആവശ്യമില്ല എന്ന് പറയാൻ കിട്ടുമോ? പറ്റില്ല. അപ്പൊ പ്രശ്നം എന്താ? അത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ എന്റെ പഞ്ചായത്തിൽ വായു മലിനീകരണങ്ങളുടെ രോഗം ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയുമെങ്കിൽ, ഞാൻ പറഞ്ഞത്, ഞാനൊരു ഐഡിയൽ സ്റ്റേറ്റിനെ കുറിച്ചല്ല പറയുന്നത്, സാധ്യമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ തമിഴൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, നിനയിത്താൽ ഞാൻ പുലിയെ പിടിപ്പേൻ ഉയർ പോനാൽ ഞാൻ നിനയ്ക്ക മാട്ടേൻ. അപ്പോ അത് പറ്റില്ല. നമ്മളൊന്ന് നനച്ച് നോക്കുക തന്നെ വേണം. അപ്പൊ കോവിഡാനന്തര ലോകത്തിലെങ്കിലും തീർച്ചയായും ഈ ചർച്ചയുടെ ഞാൻ കാണുന്ന ഒരു കാര്യം, ഇങ്ങനെ മാത്രമേ ചിന്തിക്കാവൂ എന്ന്, യാന്ത്രികമായി മാത്രമേ ചിന്തിക്കാവൂ എന്ന് തോന്നുന്ന, വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന പോലെ ഒന്നും എപ്പോഴും രണ്ടല്ല എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് കഴിയണം. ചിലപ്പോൾ എമ്മിണി വലിയ ഒന്നാവും, ചിലപ്പോൾ മൂന്നാവും, ചിലപ്പോൾ 0 ആവും. ഇത് വളരെ പ്രധാനമാണ്. കാരണം പ്രകൃതിയുടെ നിയമങ്ങൾ നാം കാണുന്നത് പോലെയല്ല. നാം ഇന്നലെ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഇന്ന് പലതും തെറ്റാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടിനെ കുറിച്ച്, ഇലക്ട്രിസിറ്റിയെ കുറിച്ച്. ഇലക്ട്രിസിറ്റി, കേരളത്തിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഞാൻ പറയുന്നു, കേരളത്തിൽ ഇനി ഒരു ഡാമും കെട്ടാതെ കേരളത്തിൽ ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാവും. കേരളത്തിലെ എല്ലാ വീടുകളും, ഒരു 50% വീടുകളെങ്കിലും ഒരു 25 ലക്ഷം രൂപയുടെ മീതെ പണിയുന്ന വീടാണ്. ഒരു പ്രശ്നമില്ല. 2 ലക്ഷം രൂപയുടെ സോളാർ വെച്ചാൽ എല്ലാ വീട്ടിലെയും പ്രശ്നം തീരും. അത്രേ വേണ്ടൂ. 2-3 ലക്ഷം രൂപയുടെ സോളാർ വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ, ഇപ്പൊ ഡോക്ടർ എം പി പരമേശ്വരൻ പറയാറുണ്ട്, നിങ്ങൾ 5 ലക്ഷം രൂപയുടെ സോളാർ വെച്ചോളൂ, എന്നിട്ട് AC വെച്ചോളാം. കുഴപ്പമില്ല, നിങ്ങൾ AC വെച്ചോളൂ വീട്ടില്. പക്ഷെ 5 ലക്ഷം രൂപയുടെ സോളാർ വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ഇത്തരത്തിൽ. അതുപോലെ മഴവെള്ളം, കേരളത്തിൽ ഇപ്പോൾ ഉള്ള നിലയ്ക്ക് കാലാവസ്ഥ നല്ലതാണെന്നാണല്ലോ നമ്മൾ പറയണേ. മഴവെള്ളം, നമ്മുടെ നദികള് ഒഴുകാൻ അനുവദിക്കുക, തോടുകൾ ഒഴുകാൻ അനുവദിക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു ദൃഢനിശ്ചയം എടുത്താൽ, അത് ഭാര്യ ഭരിക്കട്ടെ ഭരിക്കാതിരിക്കട്ടെ, ഇത് എല്ലാവർക്കും വേണമല്ലോ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി ആരായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആരായാലും വായുവിനും വെള്ളത്തിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവരൊന്നും അല്ല തീരുമാനിക്കണേ. പക്ഷെ അതിന്റെ പോളിസികളുണ്ട്. അപ്പൊ വലിയ നിർമ്മാണങ്ങൾ നമുക്ക് വേണം. എത്ര നിർമ്മാണം വേണം, ഏതൊക്കെ നമുക്ക് വേണം, ഏതൊക്കെ സക്സസ്ഫുൾ പ്രോജക്റ്റ് ആണ്, ഏതൊക്കെ ഫെയിലിയർ പ്രോജക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ 2-3 ഉദാഹരണങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഒരു കാലത്ത് ഇവിടെ ഏറ്റവും വലിയ പ്രോജക്റ്റായി ഞങ്ങൾ എറണാകുളത്ത് വലിയ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ഇന്ന് അതിന്റെ സ്ഥിതി എന്താണെന്ന് ലോകത്തിൽ ഏത് മനുഷ്യനും അറിയാം. അതിനുവേണ്ടി കുടിയൊഴുക്കിയവർ ഇപ്പോഴും പുറത്തെടുക്കുകയാണ്. അതിനുവേണ്ടി കായൽ നികത്തി എടുത്ത ആളുകൾ പല സംഗതികളും ഉണ്ടാക്കി. അതിനുവേണ്ടി അങ്ങനെയൊക്കെ ഗുണം ഉണ്ടായി എന്നല്ലാതെ വല്ലാർപാടം ടെർമിനൽ വന്നില്ല. ഞങ്ങളോട് അന്ന് പറഞ്ഞെന്താ അറിയോ, ഇത് വന്നാൽ ഇവിടെ കൊച്ചി സിംഗപ്പൂർ ആവുന്ന, കൊച്ചി ദുബായി ആവുന്ന പറഞ്ഞ ആളൊക്കെ ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവരോട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ആകെ ചോദിക്കുന്നത് വല്ലാർപാടം ടെർമിനൽ വന്ന് എത്ര പേർക്ക് കൊച്ചിയിൽ ജോലി കിട്ടിയെന്നാ. തിരിച്ച് ഞാനൊരു കാര്യം കൊണ്ടുണ്ട്, എത്ര പേർക്ക് ജോലി പോയി, എത്ര പേർക്ക് വീട് പോയി. ഞാൻ ഇത് പറഞ്ഞത് ആരും വിമർശിക്കാനല്ല, ഒരു സ്റ്റോക്ക് ടേക്കിംഗ് നമുക്ക് വേണം. അപ്പൊ ഈ വിഴിഞ്ഞം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് എന്നാലോചിക്കണം. വിഴിഞ്ഞം, പത്തനംതിട്ടയും കൊല്ലത്തും ഉള്ള സകല പാറമടകളും ഇടിച്ച് പാറയൊക്കെ പൊട്ടിച്ച് അവിടെ കൊണ്ടിട്ടിട്ട് അവസാനം വിഴിഞ്ഞത്ത് കടലെടുത്ത് പോവുകയും ഇത് തുറമുഖം പ്രവർത്തിക്കാതിരിക്കുകയും ലാഭമില്ലാതിരിക്കുകയും ഈ അടുത്ത പ്രളയം വരുമ്പോ കൂടുതൽ സ്ഥലങ്ങൾ മുങ്ങിപ്പോവുകയും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഇതൊക്കെ നിഷേധിക്കാം. അതൊക്കെ വരണത് വരട്ടെ, അപ്പൊ കാണാന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ പറയലല്ല മനുഷ്യന്റെ ബുദ്ധി എന്നാണ് ഞാൻ വിചാരിക്കണേ. മനുഷ്യൻ യഥാർത്ഥത്തിൽ പ്രകൃതിയോട് ബോധപൂർവം പ്രതിപ്രവർത്തിക്കുന്നതെന്ന് ഫ്രെഡറിക് ആംഗൽസ് പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ കുറിച്ചാണ്. മനുഷ്യൻ പ്രകൃതിയോട് ബോധപൂർവ്വം പ്രതിപ്രവർത്തിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ ജീവി പ്രതിപ്രവർത്തിക്കുമ്പോൾ
പ്രതിപ്രവർത്തനത്തിന്റെ ആഘാതം എന്ത് എന്ന് അറിയാനുള്ള സാധ്യതയും ബാധ്യതയും മനുഷ്യനുണ്ട്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഒരു ദുർവാശയം പിടിക്കേണ്ട, കൃത്യമായി ഒരു തുറന്ന ചർച്ച. ഞാൻ ഒരിക്കലും പരിസ്ഥിതി പ്രവർത്തനം ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഒരു തുറന്ന ചർച്ച കോവിഡാനന്തര ലോകത്തിൽ സാധ്യമാകുമെങ്കിൽ അത് നമ്മുടെ കേരളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുക. കാരണം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇപ്പോഴും ശ്രദ്ധിച്ചാൽ കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നൊരു ദുർമോഹം എനിക്കുണ്ട്. കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ രാഷ്ട്രീയം ഒക്കെ ഉണ്ടായിക്കോട്ടെ. നമുക്കിവിടെ എല്ലാവരും വേണം. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും രാജഗോപാലും എല്ലാവരും ഇരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇവരാരും കളഞ്ഞിട്ടൊന്നും പറ്റില്ല. ആരെങ്കിലൊക്കെ ജയിക്കട്ടെ. പക്ഷേ ഈ കേരളം നമുക്ക് വേണം എന്ന അർത്ഥത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ വളരെ നല്ലത്. തീർച്ചയായിട്ടും എന്തെങ്കിലും എന്നോടിപ്പോ സംശയം ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടല്ല എങ്കിലും ഞാൻ എന്റെ അഭിപ്രായം പറയാൻ അവസരം തന്നതിന് ശ്രീ മധുവിനും ഡോക്ടർ ഗിഫ്റ്റിക്കും എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും എനിക്ക് സന്തോഷം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. താങ്ക് യു. സ്റ്റാൻലി, ഡോക്ടർ സ്റ്റാൻലി. ശ്രീലങ്കൻ സാർ കേൾക്കുന്നില്ലേ? ഹലോ, അമ്മ ഓഡിബിൾ? കേൾക്കാം സർ, കേൾക്കാം. ഇപ്പൊ കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ. ശ്രീ നീലകണ്ഠൻ സാർ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു ആശയം, വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതില് ഒരു ഇന്റഗ്രേറ്റഡ് ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഞാൻ സാറുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഹൗ ഫാർ എ സ്റ്റേറ്റ് വിത്തൗട്ട് ആൻ ഇന്റഗ്രേറ്റഡ് ഡ്രെയിനേജ് സിസ്റ്റം വുഡ് സർവൈവ് despite 2 floods we are not legislating enough to ensure a dedicated drainage system എന്നുള്ളതാണ്. സാർ, ഈ ഡ്രെയിനേജ് സിസ്റ്റത്തെ കുറിച്ചാണ് ഒരു ചോദ്യം. ഇന്റഗ്രേറ്റഡ് ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെ വേണ്ടെന്ന് വെക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. സാർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സാർ മ്യൂട്ടിലാണ്. സാർ കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഹലോ, ഈ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ പ്രകൃതിദത്തമായ രീതികൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇന്റർ കണക്ടിങ് റിവേഴ്സ് എന്ന് പറയുന്ന മണ്ടൻ പദ്ധതിയാണ് എന്ന് ഞങ്ങളൊക്കെ പറയുന്നതിന്റെ കാര്യം. ഇന്ത്യയിലെ അത് വന്നപ്പോൾ മണ്ടൻ പദ്ധതിയാണ്. അത് കൊണ്ടുവന്നത് വലിയ മനുഷ്യരാണെങ്കിലും ഞാൻ അതിനോട് യോജിക്കാതിരിക്കുന്നതിന് കാരണം അതിന്റെ ശരിക്കും നമ്മൾ വളരെ യാന്ത്രികമായി പ്രകൃതിയെ കാണുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ടോപ്പോഗ്രഫി എടുത്താൽ, കേരളത്തിലെ നദികൾ ഒഴുകുന്ന ടോപ്പോഗ്രഫി നമ്മളൊന്ന് ഗ്രേഡ് ചെയ്താൽ, ഗ്രാഫ് ഇപ്പൊ വളരെ എളുപ്പമാണ്. കമ്പ്യൂട്ടറിലൊക്കെ വളരെ എളുപ്പം ചെയ്യാം. ഓരോ സ്ഥലത്തെ പോയിന്റിലെ ഇത് നോക്കുക, എന്നിട്ട് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്തിനാണ് കാസർഗോഡ് മാലിന്യം തിരുവനന്തപുരം എത്തിക്കുന്നത്? മാത്രമല്ല, അങ്ങനെ വന്നതിന്റെ കാസർഗോഡ് മാലിന്യം അവിടെ നിന്നുള്ള എല്ലാ ആശുപത്രിയിലെ മാലിന്യം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കുട്ടനാട്ടിലോ എവിടെയെങ്കിലും എത്തും. അങ്ങനെയൊന്നും ചെയ്യരുത്. മാലിന്യം കേന്ദ്രീകൃതമായി സംസ്കരിക്കരുത്. മാലിന്യം പരമാവധി, പ്രത്യേകിച്ചും നമ്മുടെ എന്തെല്ലാം മാലിന്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചത്. അതാണ് പ്രശ്നം. നമ്മുടെ ഡ്രെയിനേജ് ഇട്ടാൽ എന്തൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സിറ്റി ഡ്രെയിനേജ് കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചി പോലൊരു നഗരത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു നഗരത്തിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇന്റഗ്രേറ്റഡ് ഡ്രെയിനേജ് അല്ല, ഇന്റഗ്രേറ്റഡ് പ്ലാനിങ് വേണം ഡ്രെയിനേജിന്. ഡ്രെയിനേജ് ഇന്റഗ്രേറ്റ് ചെയ്യരുത്. അവിടെയാണ് പ്രശ്നം. ഇന്റഗ്രേറ്റഡ് പ്ലാനിങ് വേണം ഡ്രെയിനേജ്. ശരിയാണ്. കാരണം അത് ശരിയാണ്. ഇപ്പൊ 2 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പണ്ടേ വന്നിട്ടുള്ളത്. നമ്മള് ഇത് വന്നല്ലോ, നിർത്തടാധിഷ്ഠിത വികസനത്തെ കുറിച്ചൊക്കെ ഒരുപാട് പഴകുളം മത്സരമൊക്കെ അവിടെ നിർത്തടാധിഷ്ഠിത വികസനത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് ക്ലാസ് എടുത്തത്. എന്താ ഇതിന്റെ കാര്യം? വെള്ളം എങ്ങനെ ഒഴുകുന്നു എന്നനുസരിച്ച് വേണം നിങ്ങളുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തിരിക്കാൻ. അല്ലാതെ തിരിച്ചാൽ അബദ്ധാണ്. കാരണം എന്താ വെച്ചാൽ തദ്ദേശ ഭരണ സ്ഥാപനം നമ്മൾ ഈ വാർഡ് അങ്ങോട്ട് മാറ്റി ഈ വാർഡ് ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോ പുഴയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ഗ്രൗണ്ട് വാട്ടറിനോ കുളത്തിനോ പുഴയ്ക്കോ വെള്ളത്തിനോ മഴയ്ക്കോ കാലാവസ്ഥയ്ക്കോ ഈ പഞ്ചായത്തുകൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കണ്ടതല്ലേ പ്രളയം വന്നപ്പോ? അത് പഞ്ചായത്ത് നോക്കിയോ വില്ലേജ് നോക്കിയോ താലൂക്ക് നോക്കിയോ പട്ടയം നോക്കിയോ ഒന്നും നോക്കിയില്ല. അന്ന് കയറല്ലേ വെള്ളം. അപ്പോ നമ്മൾ കാണേണ്ടത് അങ്ങനെ നമുക്കിതിനെ കാണാൻ കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം, ഞങ്ങള് ഈ ഫ്ലഡ് കഴിഞ്ഞിട്ട് ഞാനൊരു കേസ് വായിച്ചു. സിമ്പിളായ കേസാണ്. ആ കേസ് കേരളത്തിലെ ഫ്ലഡ് മാപ്പിംഗ് 2018 അനുസരിച്ച് ഫ്ലഡ് മാപ്പ് ചെയ്യാൻ കേരളം. എന്നിട്ട് പബ്ലിഷ് ചെയ്യാം. എന്നിട്ട് എന്ത് വേണം? ഇന്നിപ്പോ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ GPS ഒക്കെ ഇവിടെ ഇരുന്ന് സാർ എവിടെ ഇരിക്കണമെന്ന് എനിക്ക് GPS നമ്മൾ അറിയാം. ഒറ്റ മിനിറ്റ് ഉണ്ട്. അപ്പൊ GPS ഒക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റിൽ ഏത് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്? ചെറുതോണി ഡാം തുറക്കുകയാണ്, കക്കി ഡാം തുറക്കുകയാണ്. അത് ഇത്ര സമയത്തേക്ക് ഇത്ര വെള്ളം തുറക്കും. അങ്ങനെ വന്നാൽ റാന്നി ടൗണിൽ, തിരുവല്ല ടൗണിൽ എത്ര വെള്ളം എത്ര സമയത്തേക്ക് പോകുന്ന എനിക്ക് വിവരം കിട്ടണേ. കാരണം ദാറ്റ് ഇസ് മൈ റൈറ്റ് ടു ലൈഫ്. അതല്ലേ സംഭവിക്കുക. അത് വേണ്ടേ? അത് കിട്ടണ്ടേ? നമുക്ക് ടെക്നോളജി ഇല്ലേ കയ്യില്?
എന്താ കിട്ടാൻ വിഷമം? അപ്പൊ ഒരു ഫ്ലഡ് മാപ്പിംഗ് ചെയ്യുക. Alert ഫ്ലഡ് മാപ്പ് ചെയ്തിട്ട് from ഫ്ലഡ് Google മാപ്പിനനുസരിച്ച് password നിങ്ങൾ required. അതിന്റെ മറ്റു സംഗതികൾ, അപ്പൊ ഇവിടെ ബിൽഡിംഗ് കിട്ടണം, എവിടെ കിട്ടാം, എത്ര ഉയരം കിട്ടാം. ഇപ്പൊ കേരളം തെക്കുവടക്ക് ഒരു എന്താണ് അതിവേഗ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്ന് പറയുന്ന ഒരു മണ്ഡലം കൊണ്ടിരുന്നു. ഞാൻ മണ്ഡലത്തിൽ തന്നെ പറയുള്ളൂ, യാതൊരു രസമില്ല. കാരണം കേരളത്തിൽ 500 കിലോമീറ്റർ ദൂരം ഏതാണ്ട് 2 മതിൽ പണിയാൻ പോകും. അതിനിടയിലാണ് ഈ ഇത്. കാരണം ഇത് ഹൈസ്പീഡ് ആയതുകൊണ്ട് മതിലുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യണം. ഒന്ന് ആലോചിച്ചു, കേരളത്തിൽ 500 കിലോമീറ്റർ ദൂരത്തിൽ 5 മീറ്റർ ഉയരത്തിൽ 2 മതിൽ പണിതാൽ കേരളത്തിൽ എന്തായിരിക്കും കേരളത്തിലെ വാട്ടർ ഫ്ലോ ആലോചിച്ചത്? ഒരു ഫ്ലഡ് വന്നാൽ ഇത് പോകും, ഇതെല്ലാം ഒഴിച്ചു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യണം. വെള്ളം എങ്ങനെ പോകും, കിഴക്കുന്നുള്ള വെള്ളം എങ്ങനെ പടിഞ്ഞാട്ട് പോവുക, മതിലിനപ്പുറത്ത് പുറത്തും വന്നാൽ. അപ്പൊ വികസനം എന്ന് പറയുന്നത് മറ്റ് ഇപ്പൊ ഒരാൾ ചോദ്യം ചോദിച്ചു, മറ്റ് മൃഗങ്ങൾ മാത്രമല്ല. ഞാൻ മൃഗങ്ങൾ എന്ന് പറയുന്ന മൃഗസ്നേഹി ആയതുകൊണ്ടല്ല. മൃഗങ്ങളും മനുഷ്യരും സസ്യങ്ങളും ജൈവവാസികളും ബാക്ടീരിയകളും പ്ലാങ്ക്ടണുകളും ഇതെല്ലാം ഹൈലി ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് എന്നെ പഠിപ്പിക്കുന്നു. കാരണം നമുക്കിപ്പോ കോവിഡ് വന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ടാണോ കോവിഡ് വന്നതെന്ന് ആർക്കറിയാം? ഇതിലേതെങ്കിലും ഒരു സിസ്റ്റം ഫെയിൽ ആയതുകൊണ്ടാണോ കോവിഡ് വന്നതെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഒരു ബോധപൂർവം അല്ലാത്തൊരു ഒരു ബയോടെക്നോളജി റിസർച്ച് കൊണ്ടാണോ കോവിഡ് വന്നതെന്ന് ആർക്കറിയാം? അറിയാൻ പറ്റില്ലല്ലോ. അതിന്റെ സാധ്യത ഒന്നും നമ്മൾ കളയണ്ട. അപ്പോ ബുദ്ധി മനുഷ്യനുണ്ടെങ്കിൽ അത് കോവിഡ് ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് കോവിഡ് ലോകത്ത് പടർന്നെങ്കിൽ ആ മിസ്റ്റേക്കിന് ഇനി എത്ര കൊല്ലത്തെ പരിഹാരം വേണം? എത്ര കാലം നമ്മളിത് മായമൂക്കും മുറികിട്ടി മനുഷ്യനെ തിരിച്ചറിയാവുന്ന വരെ നടക്കുക. പക്ഷെ ഒരു ഗുണമുണ്ട്, ഞാൻ നടന്നാലും മമ്മൂട്ടി നടന്നാലും ആൾക്ക് മനസ്സിലാവില്ല മമ്മൂട്ടിയാണോ ഞാനാണെന്ന്. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ അതൊരു കാര്യമുണ്ട്, പ്രശ്നം അതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖം പുറത്ത് കാണിച്ച് നടക്കാൻ കഴിയണ്ടേ? അതിനെന്ത് വേണം? ഇപ്പൊ കാണിച്ചിരിക്കുന്ന എല്ലാവരും പറഞ്ഞു ആരും നടക്കല്ലേ, അത് വരുത്താൻ നടത്താൻ കഴിയണ്ടേ? അപ്പൊ ഇത് നമുക്ക് ഇതാണോ നമ്മൾ ഇതിനെത്ര ബ്യൂട്ടി പാർലറുകളൊക്കെ ഉണ്ടാക്കി വേറെ പോയി ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയും. നമ്മൾ സ്വതന്ത്രമായി ജീവിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവികൾ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ ഡ്രെയിനേജിനെ കുറിച്ച് പറയുന്നത്, ഷുവറായിട്ടും ഇന്റഗ്രേറ്റഡ് പ്ലാനിങ് ഫോർ ഡ്രെയിനേജ് വേണം. പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ വേണം, ഒക്കെ സംബന്ധിച്ചു. പക്ഷേ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും തന്റെ മാലിന്യം പുറത്തു പോകില്ല എന്ന് ഉറപ്പാക്കിയാൽ, നമ്മളൊക്കെ സ്വന്തം വീട്ടിൽ കക്കൂസ് വെച്ചിട്ടില്ലേ? ഒരു 50 കൊല്ലം മുമ്പ് എല്ലാ വീട്ടിലും കക്കൂസ് ഉണ്ടായിരുന്നില്ലല്ലോ. പുറത്തല്ലേ കാര്യങ്ങളൊക്കെ സാധിച്ചിരുന്നത്. എങ്ങനെയാണ് നമ്മൾ കക്കൂസിലേക്ക് വന്നത്? വീട്ടിന് മുമ്പ് വീട്ടിന് പുറത്തായിരുന്നു കക്കൂസ്. ഇപ്പൊ വീട്ടിനകത്ത് എങ്ങനെയാണ് ടോയ്ലറ്റ് വന്നത്? കാരണം അത് ടെക്നോളജി ചേഞ്ച് ഉണ്ട്, സോഷ്യൽ ചേഞ്ച് ഉണ്ട്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ബ്ലോക്കുകൾ എത്രയോ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ് തന്നെ കക്കൂസ് കൊടുക്കുന്ന പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് മാറാൻ പറ്റും. വീട്ടിന് പുറത്ത് പലരും പറയാറുണ്ട് വേസ്റ്റ് ഇടാൻ എനിക്ക് സ്ഥലമില്ലാന്ന്. വീട്ടിൽ സ്ഥലമില്ലാന്നുള്ളതുകൊണ്ട് ആരെങ്കിലും കക്കൂസ് പുറത്ത് ടോയ്ലറ്റ് പോറല്ലോ. ടോയ്ലറ്റ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ എല്ലാ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാം, വേസ്റ്റ് വാട്ടർ ഹാൻഡിൽ ചെയ്യാം. ഞാൻ പറഞ്ഞത് സാധ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ സമയങ്ങളില്ല. ഇതാണ് എന്റെ നിലപാട്. ഹലോ വേറെ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ട്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ ബാബു, ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട നീലകണ്ഠൻ സാറ്, ഈ റാന്നി കൊറ്റനാട് പഞ്ചായത്തിലെ പട്ടയ പ്രശ്നവുമായിട്ട്, പൊന്തമ്പുഴ പട്ടയ പ്രശ്നവുമായിട്ട് അദ്ദേഹം ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നന്നായിരിക്കും. അല്ല, ബന്ധമ്പുഴയുടെ എന്താ അറിയണ്ടേ? ഞാൻ വന്നതാണ് അവിടെ. അതെ, അദ്ദേഹം വന്നാണ്. 100 വർഷത്തിലേറെയായിട്ട് ഇവിടെ ജീവിക്കുന്ന കർഷകർ. എനിക്കറിയാം. അപ്പൊ സാറിന് എന്തുമല്ലോ അതിനെപ്പറ്റി ഒന്നൊരു വിശദീകരണം. എന്റെ വിശദീകരണം അത് വേണ്ട. കാരണം ഞാൻ ആ സമരത്തിന്റെ കൂടെ പൂർണ്ണമായി നിന്നിട്ടുള്ള ആളാണ്. കാരണം തീർച്ചയായും അവിടെ മനുഷ്യരുടെ ജീവിതം ചോദ്യം ചെയ്യുന്ന നിയമങ്ങൾ, നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഈ വനം വകുപ്പുകാരോട് എതിരൊന്നുമല്ല. പക്ഷെ വനം വകുപ്പിന്റെ ഒരു പ്രശ്നം, അവര് വനത്തെ വനമായിട്ടല്ല കാണുന്നത്, ഒരു നിയമത്തിലെ ഒരു വരിയായിട്ടാണ് കാണുന്നത്. വനത്തിന് നിങ്ങൾ വരിയായിട്ടല്ല കണ്ടത്, വനത്തിന് ഒരു ജൈവ ആവാസ വ്യവസ്ഥയായിട്ടാണ്. പണ്ട് വനത്തിൽ നിന്ന് ആദിവാസികളെ പുറത്താക്കി വനം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ കാലത്ത് അതിനെതിരെ സമരം ചെയ്ത ആളുകളാണ് ഞങ്ങൾ. കാരണം വനം ഉണ്ടാവുന്ന കാലം മുതൽ ആദിവാസി അതിനകത്തുണ്ടെന്നേ. അവർ ഇന്ന് വരെ ഒരു ആദിവാസി വനം നശിപ്പിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെയും മനുഷ്യരല്ല വനത്തിന് വനമായി സംരക്ഷിക്കുക. പത്തനംതിട്ടയുടെ വിഷയം ഞാനിപ്പോ ഇത്തരം ആളുകൾക്ക് അത് ബോറായതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ കർഷകരുടെ കൂടെ 100% ഉണ്ട്.
മറ്റ് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാറേ ഒരു ചോദ്യമുണ്ട്. ഹലോ, എന്നാ ചോദിച്ചോളൂ അഹമ്മദ്. സാറേ ഞാൻ അഹമ്മദ് ഷാ, ഞാൻ അഹമ്മദ് ഷാ ചോദിച്ചോളൂ അഹമ്മദ് ഷാ ചോദിക്കൂ. സാറേ നീലം സാർ പിന്നെ ഉൾപ്പെടെ ഒരുപാട് പിന്നെ നേതാക്കന്മാരും പരിസ്ഥിതി നേതാക്കന്മാരും ഒത്തിരി പേര് നമ്മള് സമരം നടത്തിയ ഒരു സ്ഥലമാണ് എന്റെ പ്രദേശമായ ചെമ്പൻമുടി. അറിയാം സാറിന് അറിയാം. അവിടെ ജനങ്ങളെ ഏതാണ്ട് 3 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് സമരം ചെയ്ത ഒരു പ്രകൃതിയെ തന്നെ ശരിക്കും പറഞ്ഞാൽ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മല ഇടിച്ച് നിരപ്പാക്കി ഇവിടെ ഒരു കോറി സാറിപ്പം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. കാര്യം ഇന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ചില പഞ്ചായത്തുകളിലെ കോറികൾ ഇല്ലാത്തത് അവർക്ക് ഏതാണ്ട് ഒരു കുറവ് പോലെ തോന്നുന്ന ഭരണകർത്താക്കളാണ് ഭൂരിപക്ഷം. ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു 2-3 കോരിയെങ്കിലും വേണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി ആളുകള് ഭരണത്തിൽ വരുന്ന ആളുകൾ പോലും ഇതിനെ സമീപിക്കുമ്പോൾ ഈ പ്രകൃതി സ്രോതസ്സും ഈ കുടിവെള്ളത്തിന്റെ ഇത് എങ്ങോട്ടാണ് സാറെ എന്തൊരു മാർഗം എന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഈ ജനപ്രതിനിധികളായി വരുന്നവരോട് ഈ ഒരു കാലഘട്ടത്തിൽ സാറിന് പറയാനുണ്ടെന്ന് എനിക്ക് വളരെ അതിയായ സത്യത്തിൽ ഉത്കണ്ഠയും സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ വരും തലമുറ ഈ ലോകത്തിൽ എങ്ങനെ നമ്മൾ ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കുന്നു എന്നും കാഴ്ചപ്പാട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭയങ്കരമായി സാറിന്റെ പ്രതികരണത്തിലേക്ക് എന്റെ പ്രതികരണം വളരെ ഓപ്പൺ ആണ്, എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് ആവശ്യമുള്ള കല്ല് മുഴുവൻ എടുക്കാൻ ഈ മല ഉണ്ടാകുമോ? ഇങ്ങനെ കല്ലെടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അപകടം പോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് കല്ലെന്നെ കിട്ടാണ്ട് വരില്ലേ? കല്ലങ്ങനെ പെട്ടെന്ന് ഉണ്ടാവില്ലല്ലോ. കല്ലുണ്ടാവണമെങ്കിൽ അനേകായിരം വർഷങ്ങൾ വേണം ഒരു പാറ രൂപപ്പെടാൻ. ഞാൻ പറയും, ചിലർ പറയാറുണ്ട് 10 കോടി രൂപ കിട്ടുമ്പോൾ ഈ പാറ പൊട്ടിച്ചാൽ. ഞാൻ പറഞ്ഞ ഒരു 100 കോടി രൂപ എനിക്കൊരു പാറ ഉണ്ടാക്കി തരും. ആ പാറ നൽകുന്ന പാരിസ്ഥിതിക സേവനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? അത് നൽകുന്ന വെള്ളം, അത് നൽകുന്ന മൈക്രോ ക്ലൈമറ്റ്, അത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കാൻ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? തലമുറയെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ വലിയ കെട്ടിടം പണിയുന്നതാണ് വലിയ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. പക്ഷെ പ്രശ്നം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ, ഞാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളെ ബഹുമാനിക്കുന്നു, രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം കാര്യങ്ങളുടെ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും താൽക്കാലികമായി ചില ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ദുരന്തം. ഇത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെമ്പൻമുടി പോലും വളരെ ശക്തമായ സമരം നടന്ന സ്ഥലമാണ്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. കേരളത്തിൽ പല സ്ഥലത്തും, പത്തനംതിട്ട ജില്ലയിലും മറ്റു പല ജില്ലകളിൽ ഈ സമരങ്ങളിൽ പോകുന്ന ഒരാളെ നിലയ്ക്ക് ഞാനിവിടെ പോയിട്ടുണ്ട്. പക്ഷെ സമരം നടക്കുമ്പോഴും അതിന്റെ മറുവശത്തുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയ കക്ഷികളെ കൊണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അങ്ങനെ കമന്റ് ചെയ്യുന്നില്ല. ജനങ്ങൾ സ്വന്തം ബോധ്യത്തിൽ രാഷ്ട്രീയ കക്ഷികളെ തിരുത്തുന്ന ഒരു കാലത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർ തന്നെ മാറുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ശരി സർ. ശ്രീ ബ്ലസ്സി ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ബ്ലസ്സി ചോദിച്ചോളൂ. എന്റെ ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് കാരണം ഭൂമി ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ പാളിക്ക് പോലും വിള്ളൽ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ കാരണം ഇന്ന് പല ജീവികളും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതായത് കുറച്ച് ഒരു മമത്തൊക്കെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അത് മനുഷ്യർക്ക് ആ ഒരു ഇത് വർദ്ധിച്ചു വന്നതായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഇത് കൺട്രോൾ ചെയ്ത് ആ ജീവികളെ ഇത് വീണ്ടെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവർക്ക് കൂടി ഗുണപ്രദമായിട്ട്? അല്ല, ജീവികളെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള ഒറ്റ ചോദ്യത്തിന് ഒരു ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഒത്തിരി കൺഫ്യൂസിങ് ആണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മള് കോവിഡ് വന്നപ്പോൾ ഒരു പാഠം നമ്മൾ പഠിച്ചു. ലോകത്ത് പല രാജ്യങ്ങളിലും, ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഓസ്ട്രേലിയ, പല അതുപോലെയുള്ള കോണ്ടിനെന്റുകളിൽ കണ്ടത്, ചിലപ്പോ ഇന്ത്യയിൽ പോലും കുറെ വന്യമൃഗങ്ങളൊക്കെ അവര് സ്വതന്ത്രമായി റോട്ടിലേക്കും നാട്ടിലേക്കും ഒക്കെ ഇറങ്ങി വന്നു നമ്മൾ കണ്ടു. ഇതുവരെ കാണാത്ത കുറെ പൂമ്പാറ്റകളെ, പക്ഷികളെ, ചെടികളെ, പൂക്കളെ ഒക്കെ നമ്മൾ കണ്ടു. കുറച്ച് കാലം കിട്ടിയപ്പോഴേക്കും അവർ തിരിച്ചു വന്നു. കാരണം അവരുടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് അപ്പോ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇറ്റ് ഈസ് പോസിബിൾ എന്നാണ്. പോസിബിൾ, ഇറ്റ് മേ ബി പോസിബിൾ. അതൊരു എന്റെ ഫ്യൂച്ചറിസ്റ്റിക് ഹോപ്പാണ്. കാരണം ഇപ്പൊ നേരത്തെ 25 കൊല്ലത്തെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വിരോധമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ 25 കൊല്ലത്തെ പ്ലാനിങ് ഭയങ്കര സ്വാർത്ഥതയുള്ള ആളുകളാണ്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കാലത്തെ കുറിച്ചാണ്. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ 25, 250 കൊല്ലത്തെയോ 1000 കൊല്ലത്തെയോ വെച്ച് പ്ലാൻ ചെയ്യണം എന്ന് പറയുന്ന ഒരാളാണ്. 25 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾക്കുള്ളത്. അതല്ല, അപ്പുറത്ത് 1000 കൊല്ലത്തേക്കുള്ള കാണണം. കാരണം എന്റെ മക്കളും അല്ലെങ്കിൽ അവരുടെ എല്ലാവർക്കും വേണം, എല്ലാ ജീവികൾക്കും വേണം. അതുകൊണ്ട് അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയി കാണാൻ കഴിയുന്ന തരത്തിൽ കണ്ടാൽ
അതാ ഞാൻ ഇപ്പോഴും പറഞ്ഞ മെസ്സേജ് നമുക്കുണ്ടെന്ന്. ഈ കോവിഡ് നമുക്ക് തന്ന മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പലരും പറയാറുണ്ട്. കൊച്ചിയിലും ഡൽഹിയിലൊക്കെ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണാൻ തുടങ്ങി. അല്ലെങ്കിൽ നക്ഷത്രം ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടാകും. തീർച്ചയായും കോവിഡ് വന്നിട്ട് അങ്ങനെ വരരുത്, അങ്ങനെ ആവരുത്. കോവിഡിൽ നമ്മൾ പഠിച്ച് നമ്മളതിനനുസരിച്ച് മാറ്റം വരുത്തി നേരത്തെ ബ്ലസ്സി ചോദിച്ച സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചു വരാൻ കഴിയണം. കാരണം നിങ്ങളുടെ ഒരു തലമുറ, ഞാൻ പ്രതീക്ഷിക്കുന്ന ബ്ലസ്സി ചെറിയ കുട്ടിയാണെന്നാണ്. കുട്ടിച്ചാൽ എന്നെക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞ ആളാണെന്നാണ്. അതുകൊണ്ടാണ് ഞാനത് സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും പഠിക്കണേ. വെരി ഗുഡ്. എനിക്ക് വളരെ സന്തോഷം. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടല്ലോ. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഈ ഭൂമി നമുക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല എന്ന്, അല്ലെ? മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കൂ. അപ്പൊ ഈ ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല എന്ന്, നമ്മൾ മാത്രമായിട്ട് ഈ ഭൂമി നിലനിൽക്കില്ല എന്നുള്ളത് അതൊരു പ്രശ്നമുണ്ട്. ഞാനും എന്റെ ഭാര്യയും തട്ടാനും മാത്രമായിട്ട് ലോകം നിലനിൽക്കില്ല എന്നുള്ള കാര്യം ആദ്യം അറിയണം. അപ്പോ അങ്ങനെ വന്നാൽ തീർച്ചയായും അവരുടെ കൂടിയാണ് ലോകം എന്ന് വന്നാൽ നമുക്ക് നല്ല ലോകം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് അത് കഴിയട്ടെ. ഞങ്ങളൊക്കെ ഇതിന് പറയുന്നു എന്നുള്ളൂ. അത് ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ്. 8ാം ക്ലാസ്സിലെ കുട്ടിയായതുകൊണ്ട് എല്ലാ ആശംസകളും ബ്ലസ്സിക്ക് തരുന്നു. താങ്ക് യു സാർ. ചോദിച്ചോളൂ സാർ. ഇപ്പൊ നമ്മൾ മനുഷ്യര് ഭൂമി ഏകദേശം കുറെയൊക്കെ നശിപ്പിച്ചല്ലോ. ഏകദേശമൊക്കെ ഓസോൺ പാളിക്ക് ഒരു വിള്ളൽ വരുത്തിയല്ലോ നമ്മൾ മനുഷ്യര്. അപ്പോ ഈ ഒരു ഇതിന് നമുക്ക് മനുഷ്യർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഈ കോവിഡ് എന്ന് സാറിന് പറയാൻ കഴിയുമോ? ഞാൻ തിരിച്ചടി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു ദൈവം അവിടെ നിന്ന് നമുക്ക് ചെയ്തു തരുന്ന മാതിരി എന്നൊരു സംശയമൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. പക്ഷെ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ന്യൂട്ടോണിയൻ പ്രിൻസിപ്പിൾ ഉണ്ട്. അത് ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുണ്ടാവും. 2, ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഫ്രെഡറിക് എംഗൽസ് എന്ന് പറയുന്ന രാഷ്ട്രീയ ഇതാണ്. അദ്ദേഹമാണ് ഒരുപക്ഷെ ലോകത്തിലെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വളരെ ഫേമസ് ആയ പുസ്തകം 1885 എഴുതിയ പുസ്തകമാണ്. അതിലൊരു ചാപ്റ്റർ ഉണ്ട്, മനുഷ്യനിൽ നിന്ന് വാനരിൽ നിന്ന് നരനിലേക്കുള്ള മാറ്റത്തിൽ അധ്വാനത്തിന്റെ പങ്ക് എന്നാണ്. അത് കുട്ടികളെ ആരെങ്കിലും എവിടെയെങ്കിലും എടുത്ത് വായിക്കണത്, നെറ്റിലൊക്കെ കിട്ടും. അതിൽ വളരെ മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും. നല്ല രസകരമായൊരു പ്രയോഗമുണ്ട്. പ്രകൃതിക്ക് മേൽ മനുഷ്യൻ നടത്തുന്ന ഓരോ വിജയങ്ങളും ആദ്യം വിജയമായും രണ്ടാമതും മൂന്നാമതുമായും പരാജയമായും തിരിച്ചടികളായും വരും എന്ന് എംഗൽസ് വളരെ പ്രവചനാത്മകമായി, ഞാനിപ്പോ പറയുന്നത് ഏതാണ്ട് 140 കൊല്ലം 135 കൊല്ലം മുമ്പ് എഴുതിയ സാധനം. എന്തൊരു പ്രവചനാത്മകതയായിരുന്നു ഞാൻ വായിച്ചു. ശരിക്കും എനിക്ക് ഭയങ്കരമായി രോമാഞ്ചം കൊള്ളാറുണ്ട് എംഗൽസിനെ വായിച്ചു. വേറൊന്നുമല്ല, എങ്ങനെയാണ് അത് പറയാൻ കഴിയുന്നത്? 2, അദ്ദേഹം പറയുന്നത് കൃഷി ചെയ്ത് മനുഷ്യൻ മരുഭൂമിയാക്കിയ മെസപ്പൊട്ടാമിയ എന്നതിനെ കുറിച്ച് പറയുന്നു. അന്ന് മനുഷ്യൻ കൃഷിഭൂമിയിട്ടാണ് മെസപ്പൊട്ടാമിയ മരുഭൂമിയാക്കിയത്. പ്രത്യേക കൃഷി ചെയ്ത് ഏകവിള തോട്ടങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഇതുപോലെ നിരവധി കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. നാം ഒരു ശത്രുവിനോടെന്ന പോലെ പ്രകൃതിക്ക് മേൽ പെരുമാറരുത് എന്നാണ്. ഒരു ആക്രമണോത്സുകമായി ശത്രുവിന് മേൽ നാം ആക്രമിക്കുന്നത് കയറുന്ന പോലെയല്ല പ്രകൃതിയോട് ചെയ്യേണ്ടത്. പ്രകൃതി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ ഏതാണ് ആ പുസ്തകത്തിന്റെ പേരുണ്ട്, പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത. ഞാൻ പറഞ്ഞത് അത്തരം സങ്കല്പങ്ങൾ. ഇപ്പൊ ഗാന്ധിയെ കുറിച്ചൊന്നും ഞാൻ പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗാന്ധിയെ കുറിച്ചോ ടോൾസ്റ്റോയെ കുറിച്ചോ തോറോയെ കുറിച്ചോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എംഗൽസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം മേൽക്കൈയുള്ള, അത് പാർട്ടി രാഷ്ട്രീയത്തെ കുറിച്ചല്ല, കേരളം ഒരു ലെഫ്റ്റ് മൈൻഡുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ എംഗൽസ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ശരി സാർ, എനിക്ക് തോന്നുന്നത് ചർച്ചകൾ അവസാനിപ്പിക്കുവാനുള്ള സമയമായി. വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സാർ അവതരിപ്പിച്ചത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതിനെന്തെങ്കിലും സൊല്യൂഷൻ സാർ അവതരിപ്പിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഒരു വാർഡിൽ ഒരു 4 ഏരിയ ആയിട്ട് തിരിച്ച് 4 മാലിന്യ സംസ്കരണ അതിൽ നിന്നൊരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കി തൊട്ടടുത്ത വീടുകൾ ഉപയോഗിക്കാൻ എടുക്കുന്ന തരത്തിലൊരു സ്വയംഭരണ സ്ഥാപനങ്ങൾക്കല്ലോ നൽകിയാൽ എന്തെങ്കിലും സൊല്യൂഷൻ ഈ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട്? മാലിന്യ
ബയോഡിഗ്രേഡബിൾ അല്ലാത്ത വേസ്റ്റാണ് പഞ്ചായത്ത് കൈകാര്യം ചെയ്യേണ്ടത്. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വീടുകൾ വീടുകളിൽ ചെയ്യണം. ഒരു വീടുകളിൽ പോലും സാർ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. സാർ പറയുന്നൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഹലോ, ആ, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന ജോലിയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്കിൽ ചെയ്യാൻ ഒരു വിഷമമില്ല, അവർ തീരുമാനിച്ചാൽ മതി. അതിന് കാരണം ഒന്ന്, എല്ലാം ബയോഡിഗ്രേഡബിൾ വേസ്റ്റും ഡീസെൻട്രലൈസ്ഡ് ആയി ചെയ്യണം. ഉണ്ടാക്കുന്നവന്റെ ജോലിയാണ് അത് സംസ്കരിക്കൽ, ഒരു സംശയവും വേണ്ട. അതിനുവേണ്ട ഫെസിലിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കി കൊടുക്കലാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ജോലി. അത് ചെയ്യാം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ വേസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല, അത് തെറ്റാണ്. അത് ബയോഡിഗ്രേഡബിൾ. നോൺ ബയോഡിഗ്രേഡബിളിന്റെ ഗുണം അത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ്. അങ്ങനെ സൂക്ഷിച്ചാൽ അത് സൂക്ഷിച്ച് അത് സെഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക്കോ മറ്റു സംഗതികളോ, പ്ലാസ്റ്റിക് പരമാവധി കുറയ്ക്കണം. മറ്റൊരു കാര്യം കൂടി, ഒരു സംശയവും വേണ്ട, നമ്മുടെ ഈ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന്റെ ഏത് വേസ്റ്റിന്റെയും പ്രിൻസിപ്പിൾ നമ്മൾ ആദ്യം ലോകത്ത് പഠിപ്പിക്കുന്നത് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്നാണ്. റെഡ്യൂസ് എന്ന് പറയാതെ നിങ്ങൾക്ക് വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. വേസ്റ്റ് ഈസ് വെൽത്ത് എന്നൊക്കെ പറയുന്ന മണ്ടത്തരത്തിനൊന്നും ഞാനില്ല. കാരണം വേസ്റ്റ് വെൽത്ത് ഒന്നുമല്ല. കാരണം വേസ്റ്റ് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ് വേസ്റ്റ് ആവുന്നത്. അതിന്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ നിങ്ങൾക്ക് വെൽത്ത് ആയിട്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ? റെഡ്യൂസ് വേസ്റ്റ്, റീയൂസ് വേസ്റ്റ്, റീസൈക്കിൾ വേസ്റ്റ്. ഒരു കാര്യം കൂടി, റെഫ്യൂസ് വേസ്റ്റ്. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ ചില സാധനം റെഫ്യൂസ് ചെയ്യേണ്ടി വരും, പ്ലാസ്റ്റിക് ഒക്കെ റെഫ്യൂസ് ചെയ്യേണ്ടി വരും. കാരണം പരമാവധി റെഫ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വലായി വേസ്റ്റ് ട്രീറ്റ്മെന്റുകൾ വേണം. മിക്സ് ചെയ്ത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അർബൻ വേസ്റ്റ് വന്നാൽ അതിൽ മെഡിക്കൽ വേസ്റ്റ് വരും, അതിൽ മറ്റ് സോളിഡ് വേസ്റ്റ് വരും, ലിക്വിഡ് വേസ്റ്റ് വരും, എല്ലാം വരും. അങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റില്ല. മിക്സ് ചെയ്താൽ ഇറ്റ്സ് എ കെമിക്കൽ ആക്ഷൻ. നിങ്ങൾക്ക് ബയോഡിഗ്രേഡബിളും നോൺ ഡിഗ്രേഡബിളും മിക്സ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് കിട്ടില്ല. എനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാൻ പറ്റും. എന്റെ വീട്ടിൽ വളരെ കുറച്ച് സ്ഥലമുള്ളൂ. എന്റെ വീട്ടിൽ ഒരു വേസ്റ്റും ഇത്ര ആളുടെ താമസിക്കുന്നുണ്ടെങ്കിലും ഒരു ഇഞ്ച് വേസ്റ്റ് പോലും ഞാൻ പുറത്തു വിടാറില്ല. കാരണം എനിക്ക് അവിടെ ബയോഡിഗ്രേഡബിൾ മറ്റേ ഒരു ചെറിയ ഇതുണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അത് മതി, അത്രേ കൊണ്ടു. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 ചട്ടി വെച്ചാൽ 10-20 ചട്ടി വീട്ടിൽ വെക്കാൻ പറ്റിയാൽ നിങ്ങളുടെ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സൊല്യൂഷൻ ഒന്നും നോക്കിയിട്ട്, പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യണം. ചിലർ പറയും അയ്യോ ദിവസം അരമണിക്കൂർ പണിയുണ്ട്, വേസ്റ്റ് അരമണിക്കൂറൊന്നും വേണ്ട, 15 മിനിറ്റ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ സമയം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഏത് വീട്ടിലെ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇല്ലാതാക്കാമെന്ന് 100% ഞാൻ പറഞ്ഞു. ഇതൊക്കെ കൂടി ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് നശിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹലോ, കഴിഞ്ഞോ? ഡോക്ടർ സ്റ്റാൻലി ചോദ്യങ്ങളില്ലാന്ന് തോന്നുന്നു. ഓക്കെ സാർ, എന്നാ സ്റ്റാൻലി സാർ കേൾക്കുന്നുണ്ടോ? 8:40. ആയിക്കോട്ടെ. ഓക്കെ 8:40. ഓക്കെ സാർ, എന്നാ മധു സാർ ഇനി ക്വസ്റ്റ്യൻസ് ഇല്ലെന്ന് തോന്നുന്നു. പറയാനുണ്ടോ? ഓക്കെ ഓക്കെ. ഡോക്ടർ സ്റ്റാൻലി പ്ലീസ്. ഓക്കെ. ഉപസംഹാര പ്രസംഗത്തിനായി ഇസ്രയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പഴകുളം മധുവിനെ വിനയപുരസ്സരം ക്ഷണിക്കുകയാണ്. താങ്ക് യു. തീർച്ചയായും ഇതൊരു നല്ല മനോഹരമായ ഡിസ്കഷൻ ആയിരുന്നു. ടോപ്പിക്കിനെ കുറച്ചുകൂടി എക്സീഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എൻവയൺമെന്റ് പ്രശ്നങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു. പോസ്റ്റ് കോവിഡ് കാലത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡോക്ടർ CS ഹരികിഷോർ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയത്. അത് വളരെ ഇഫക്റ്റീവായി നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആൻഡ് ഇഫക്റ്റീവ് ആണ്. ഇപ്പോ ബഹുമാനായിട്ടുള്ള ശ്രീ CR നീലകണ്ഠൻ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പോസ്റ്റ് കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതാണ്. അത് ഗ്രാമസ്വരാജ്, ഒരു ഗ്രാമത്തിനകത്ത് ആവശ്യമായിട്ടുള്ളതെല്ലാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക. നമ്മുടെ മൊബിലിറ്റിയെ റെസ്ട്രിക്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ മനുഷ്യന്റെ റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയുന്ന സാധ്യതകളെല്ലാം വളരെ ചുരുങ്ങി വന്നു. അപ്പൊ ഒരു ഗ്രാമത്തിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം
ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പോസ്റ്റ് കോവിഡ് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ കഴിയും. എന്തായാലും ഈ രണ്ട് സ്പീക്കേഴ്സും വളരെ മനോഹരമായി അവരുടെ ഏരിയകളെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിച്ച് സംസാരിക്കുകയുണ്ടായി. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നടന്നത്. അഭിലാഷ്, how are you? അഭിലാഷ് ഫ്രം ഡൽഹി. മ്യൂട്ട്. Okay. Yeah. Hello, Madhuji. I'm in Delhi. Thank you very much. Okay. How are you? I'm fine. How is going? How is Delhi? Yeah, it's actually we are having an exceeding number of COVID cases, and I believe there is a governmental intervention coming from the center. The alarming number. It's an alarming number. Hope to see you soon in Delhi. Okay. Take care. Yes. Same to you. Okay. Thank you so much for joining us. Okay. It's a pleasure. It's a wonderful initiative. Thank you, Abhilash. Dr. Stanley, Gifty. Thank you, sir. Okay, sir. Thank you. വെബിനാറിന് നന്ദി അർപ്പിക്കുന്നതിനായി ഇസ്രയുടെ കോർഡിനേറ്റർ സുജ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളട്ടെ. ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇസ്രയുടെ ഭാരവാഹികൾ, പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. അർത്ഥവത്തായ ചിന്തകളും അമൂല്യങ്ങളായ സന്ദേശങ്ങളും അനുകരണീയമായ നിർദ്ദേശങ്ങളും കൊണ്ട് സമ്പന്നമായ ചില നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. 25 ദിവസങ്ങളിലായി 25 വിഷയങ്ങളെ അധികരിച്ച് ഇസ്ര സംഘടിപ്പിക്കുന്ന ഈ വെബിനാർ പരമ്പരയുടെ 4ാം ദിവസമായി ഇന്ന് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന് ഈ സംരംഭം വിജയകരമാക്കുവാൻ സഹകരിച്ച ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള 25 മാതൃകകളാണ് ഈ വെബിനാറുകളിൽ നാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡാനന്തര അതിജീവനം എന്ന വിഷയത്തെ അധികരിച്ച് ഇന്നിവിടെ പൂർണ്ണതയിലെത്തിയ ചർച്ചയിൽ പങ്കെടുത്ത മഹത് വ്യക്തിത്വങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക എന്ന കർമ്മത്തിലേക്ക് കടക്കുന്നു. വിജ്ഞാനപ്രദവും കാലിക പ്രാധാന്യവുമുള്ള ധാരാളം വിവരങ്ങൾ ഈ ചർച്ചയിലൂടെ നമുക്ക് പകർന്നു നൽകിയ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ ഡയറക്ടറുമായ ശ്രീ എസ് ഹരികിഷോർ IAS അവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ പരിസ്ഥിതിയിൽ സൃഷ്ടിച്ച ആഘാതങ്ങൾ, നമ്മുടെ ജീവിതഗതിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എത്രത്തോളമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരികയും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതകളെ കുറിച്ചുകൂടി നമ്മളെ ബോധവാന്മാരാക്കുകയും ചെയ്ത ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ അവർക്ക് ഇസ്രയുടെ ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. 25 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഇസ്രയുടെ ഈ വെബിനാർ പരമ്പരയുടെ വിജയകരമായ നടത്തിപ്പിന് ചുക്കാൻ പിടിക്കാൻ ഇസ്രയുടെ പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പഴകുളം മധു സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വെബിനാറിന്റെ മോഡറേറ്റർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ സ്റ്റാൻലി ജോർജ് കളീക്കൽ ആണ്. ഇന്നത്തെ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അത്യധികം മനോഹരമായ രീതിയിൽ ഈ ചർച്ച മുൻപോട്ട് നയിച്ച അദ്ദേഹത്തിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. അതേപോലെ ഇന്നത്തെ ഈ ചർച്ച വിജയകരമാക്കുവാൻ പ്രയത്നിക്കുകയും ഈ ചർച്ചയിൽ ആമുഖ പ്രഭാഷണം നടത്തുകയും ചെയ്ത ഇസ്രയുടെ ഡയറക്ടറും ഔട്ട്ബോക്സിന്റെ സിഇഒയുമായ ശ്രീ രഞ്ജിത് ബാലൻ സാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ വെബിനാർ പരമ്പരയുടെ പൂർണ്ണ വിജയത്തിന് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സ്വാഗത പ്രാസംഗികനും ഇസ്രയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ബിന്നി സാഹിദിക്കും ഈ ചടങ്ങ് അത്യന്തം മനോഹരമായി ഏകോപിപ്പിച്ച ഇസ്രയുടെ കോർഡിനേറ്റർ ഡോക്ടർ ഗിഫ്റ്റി പേരയിലിനും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചർച്ച വിജയകരമാക്കുവാൻ സഹകരിച്ച മറ്റിസ്ര മെമ്പേഴ്സ്, അഭ്യുദയകാംക്ഷികൾ, സുഹൃത്തുക്കൾ ഏവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ. പ്രത്യേകിച്ച് കേരളത്തിനകത്തും പുറത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ചർച്ചയുടെ ഭാഗമായ എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു. On behalf of ISRA, I would like to express my sincere thanks to all the participants for their eminent support. Once again,
താങ്ക് യു ഓൾ. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എന്ത് വെല്ലുവിളികളെ നേരിടുവാനുള്ള ആത്മവിശ്വാസമുള്ളവരായി മാറുവാനും പരിസ്ഥിതിയെ നമ്മുടെ ജീവനെ എന്ന പോലെ സംരക്ഷിക്കുവാനും നമുക്കേവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം. താങ്ക് യു സുജ മാം. എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ വെബിനാർ സീരീസിന്റെ അടുത്ത സെഷൻ അടുത്ത ഞായറാഴ്ച ഇതേ സമയം. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ലൈവ് സ്ട്രീമിംഗ് അഡ്വക്കേറ്റ് പഴുകുളം മധുവിന്റെ FB പേജിലും യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് എന്നറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചർച്ച ഇത്രയും വൈബ്രന്റ് ആക്കിയ നിങ്ങൾക്കേവർക്കും ഒറ്റ വാക്കിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വാടാമലരുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. It's me, Dr. Gifty Peril, signing off from ISRA webinar. Thank you, bye, and good night. Thank you everybody. Thank you. Thank you all for this great initiative. Thank you. നന്നായിരുന്നു. Welcome, sir. Welcome. Meet you next time. Okay, bye. Sure.